കർത്താവിന് സ്തോത്രം ചെയ്യാം. हाथ उठा के परमेश्वर को धन्यवाद कहे। 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. दूसरा पत्रस 3 का 18 का वचन में हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनुग्रह और पहचान में बढ़ते जाओ. ആണോ? അയ്യാ, ക്രമേണ നമ്മുടെ കർത്താവ് യേശുവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവൻ എപ്പോഴും നിന്നെ നോക്കാം. കൃപയിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീ. कि उसके अनुग्रह में और उसके पहचान में हम बढ़ते जाओ. ആത്മീയത എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വീക്ഷണങ്ങൾ മതങ്ങളിലുണ്ട്. कि आत्मिक रूप में जो गिरावट कई और अलग अलग मत में उनको मिले हैं. നമ്മുടെ ഇടയ്ക്കും ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. कि हमारे बीच में भी ऐसे कई सारे धारणाएं हैं. അത് ഓരോരുത്തരുടെയും മനസ്സിന്റെയും അവരവരുടെ കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ആത്മീയതയെ അളക്കുന്നത്. कि एक एक लोग के जो मन में किस हिसाब से और उनके दृष्टिकोण के हिसाब से अपने आप को जो आत्मिक बातों को नापते हैं. പലതും വേദപുസ്തക അനുസൃതമല്ല, അവരുടെ സ്വന്തം ശാഠ്യത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ്. परमेश्वर के वचन के आधार पर नहीं, लेकिन अपने आप के ज्ञान के हिसाब से वो लोग हिसाब लगाते हैं. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന്റെ വിശകലനത്തിനോ വിമർശനത്തിനോ തുനിയുന്നില്ല. मैं उसके और आगे नहीं बढ़ना चाहता उसमें. ആത്മീയ വളർച്ച, आत्मिक बढ़ोतरी വളരുന്നത് ഒരു ശിശുവാണ്. कि जो बढ़ने वाला एक शिशु है. അപ്പൊ ഇവിടെ 3-4 റിട്ടയർഡ് ആയിട്ടുള്ള നരച്ച തലയുള്ള അപ്പച്ചന്മാരൊക്കെ ഇരിപ്പുണ്ട്. यहाँ पे रिटायर्ड हुए 3-4 लोग यहाँ पे पीछे बैठे हैं. അമ്മച്ചിമാരും ഇരിപ്പുണ്ട്. दादी लोग भी बैठे हैं. അവർക്ക് ഇനി നമ്മൾ 3 നേരവും മട്ടനും മുട്ടയും പാലും ഒക്കെ കൊടുക്കാന്ന് വിചാരിക്കുക. उनको आप सोचे कि उनको तीनों समय जो है मटन और जो अंडा देते आ रहे हैं ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കൊടുക്കുകയാണ്. या हॉर्लिक्स या बूस्ट देते हैं, പക്ഷെ അവർക്ക് ഇനി ഉയരം വെക്കത്തില്ല. लेकिन और वो बढ़ नहीं सकते. ഒരു പ്രായമായപ്പോ നമ്മുടെ ഉയരം വെപ്പ് അവസാനിച്ചു. एक सीमा के बाद जो है हमारी जो ऊंचाई जो है कम हो जाती ഒരു है. പക്ഷെ ഇനി ചീർത്തെന്ന് വന്നേക്കാം. अब शायद वो फूल सकते हैं, വളർച്ച അവസാനിക്കുക. लेकिन बढ़ोतरी नहीं होगी. പക്ഷെ ആത്മീക ജീവിതം അങ്ങനെയല്ല. लेकिन आत्मिक जीवन वैसा ക്രിസ്തു नहीं എന്ന തലയോളം സകലത്തിൽ നാം कि വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. मसीह जो सिर के समान है वहां तक हमें बढ़ के जाना ഒരു है. ശിശുവാണ് വളരുന്നത്. एक शिशु जो है बढ़ता है. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് ശിശു എന്ന പോലെ വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. इसलिए परमेश्वर का वचन हमें सिखाता है कि शिशु के समान बढ़ने के लिए जो बिना कोई मिलावट वाले दूध को इसके समान वचन पढ़ते जाओ. ശിശു എന്ന വാക്കിന്റെ 3 അർത്ഥങ്ങൾ ബൈബിളിൽ ഞാൻ പറയാൻ പോവുകയാണ്. कि शिशु जो बात का जो अर्थ है वो 3 बात जो है परमेश्वर के वचन से मैं बताना चाहूंगा. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. बीच में एक और बात कहूंगा കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ക്ലാസ് PDF ലഭിക്കാത്തവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. कि पिछले दिन के क्लास का जो PDF नहीं मिला अपने हाथ को उठाए. സ്തോത്രം. തീർച്ചയായിട്ടും നിങ്ങൾ റോയ്സ് ബ്രദറിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ ക്ലാസ്സും ഈ 5 ദിവസത്തെ ക്ലാസ്സും മലയാളത്തിലുള്ളത് നിങ്ങൾക്ക് PDF ആയി ലഭിക്കും. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. आप रोशन भाई का संपर्क करिएगा, वो जो है आपको इस क्लासेस का जो है PDF की कॉपी जरूर देंगे. ശിശു എന്ന വാക്കിന് ബൈബിളിൽ 3 അർത്ഥങ്ങളുണ്ട്. कि शिशु जो बात का अर्थ बाइबल में जो है 3 तरह के उसको बताया गया ഒന്ന് है. ഒരു കുഞ്ഞ് എന്ന അർത്ഥത്തിലാണ്. कि पहला एक छोटे बच्चे के समान. ഒരു കുഞ്ഞാണ് ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം. एक छोटा बच्चा जो है एक परिवार का अनुग्रह होता है. കുഞ്ഞുങ്ങളെ നൽകുന്നത് ദൈവമാണെന്ന് യഹൂദന്മാർ ശക്തമായി വിശ്വസിച്ചിരുന്നു. कि जो बच्चे को जो परमेश्वर देता है यहूदी लोग बड़े शक्ति रूप से उस पर विश्वास करते थे. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ योशू की किताब 24 के अध्याय के 3रे वचन में और मैंने तुम्हारे मूल पुरुष इब्राहिम को महानद के उस पार से ले आकर कानान देश के सब स्थानों में फिराया और उसका वंश बढ़ाया और उसे इसहाक को दिया. ആമേൻ. ഞാൻ അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു, ഇസ്ഹാക്കിന് ഞാൻ യാക്കോബിനെ കൊടുത്തു എന്നാണ് അവിടെ വായിക്കുന്നത്. कि मैंने अब्राहम को इसहाक दिया है और इसहाक को याकूब दिया है, वैसे वहां पे पढ़ते हैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മക്കളെ തരുന്നത് ദൈവമാണെന്ന് ദൈവം തന്നെ നേരിട്ട് कि പറഞ്ഞിരിക്കുകയാണ്. बच्चे को जो है परमेश्वर देता है, परमेश्वर स्वयं इस बात को कहते हैं. യഹൂദന്മാർ അത് വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തെളിവുകൾ ഞാൻ പറയാം. कि यहूदी लोग इस पर विश्वास करते थे, उसका सबूत मैं बताऊंगा. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-2 വാക്യം. उत्पत्ति की किताब 30 में अध्याय का 1-2 वचन. യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് ആ തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. ആ യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, ആ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ അപ്പോൾ യാക്കോബിന് ആ റാഹേലിനോട് കോപം ജ്വലിച്ചു. അടുത്തത്, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് ചോദിച്ച് അദ്ദേഹം തന്റെ ഭാര്യയോട് കോപിക്കുകയാണ്. कि वो अपने पति से गुस्से होता है कि जो मैं परमेश्वर हूँ क्या कि तेरी कोख को जो है मैं खोल दूं. ഉദരഫലം ദൈവം തരുന്ന ദാനമാണ്. कि जो फल जो है परमेश्वर देता है. ഇനിയും ഉൽപ്പത്തി പുസ്തകം തന്നെ 33-ാമത്തെ വാക്യത്തിലേക്ക് उत्पत्ति 33 का 5वां वचन भी पढ़ेंगे. उसने आंखें उठाकर स्त्रियों और लड़के वालों को देखा और पूछा, ये जो तेरे साथ है सौ कौन है? उसने कहा, ये तेरे दास के लड़के हैं जिन्हें परमेश्वर ने अनुग्रह करके मुझको दिया.
ആമേൻ. അവിടെ യാക്കോബിന്റെ കൂടെ കുറെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതായിട്ട് ഏശാവ് കാണുകയാണ്. यहाँ पे याकूब के साथ कुछ बच्चे खड़े हैं, ऐसा एसाव वहां पे देखता है ഏശാവ് ചോദിക്കുന്നു, ഇത് ആരെ എന്ന് कि ചോദിക്കുമ്പോൾ ये एसाव पूछता है ये कौन है, अगर जब ദൈവം എനിക്ക് തന്ന മക്കളാകുന്നു. कि परमेश्वर ने अनुग्रह करके दिए बस संतान है ये। പ്രൈസ് ദി ലോർഡ്. 33-ാം അധ്യായം 5-ാം വാക്യത്തിൽ 33 के अध्याय में 5वें वचन में 33-ന്റെ 5 33 के 5 പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. ആ നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ആ ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അതാ നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ. താങ്ക് യു. 48-9 യോസഫ് യാക്കോബ് കണ്ടെത്തുകയാണ്. कि जो 48 के 9 में जो है यूसुफ को जो है याकूब खोजता है, അപ്പൊ യോസഫിന്റെ കൂടെ 2 പിള്ളേര് നിൽക്കുന്നു. और यूसुफ के साथ जो है 2 बच्चे भी हैं। യാക്കോബ് ചോദിക്കുന്നു, ഈ പിള്ളേരെ ആരാന്ന് ചോദിക്കുമ്പോൾ ये याकूब पूछता है कि बच्चे कौन है, जब पूछता है യോസഫ് പറയുന്ന മറുപടി നോക്കിക്കേ. ये यूसुफ क्या उत्तर देता है, ദൈവം എനിക്ക് ഇവിടെ തന്നിട്ടുള്ള പുത്രന്മാർ. कि परमेश्वर ने जो मुझे पुत्र दिए थे वो ये है। അപ്പൊ യാക്കോബ് പറഞ്ഞു, നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ. कि याकूब पूछता है कि तेरे को गर्भ का फल जो मैंने रोक के रखा, क्या मैं परमेश्वर के स्थान में हो क्या? യാക്കോബ് ഏശാവിനോട് പറയുന്നു, ഇവിടെ ദൈവം എനിക്ക് തന്ന മക്കളാകുന്നു ഇത്. याकूब एसाव से कहता है कि मुझे परमेश्वर ने दिए हुए लड़के हैं ये। യോസഫ് യാക്കോബിനോട് പറയുന്നുണ്ട്, ദൈവം എനിക്ക് തന്ന മക്കളാണിത്. कि यूसुफ याकूब से कहता है कि परमेश्वर के दिए हुए संतान है ये, മക്കളെ തരുന്ന ദൈവമാണ്. कि बच्चों को परमेश्वर देता है। വിവാഹം കഴിഞ്ഞിട്ടും ദീർഘവർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. कि शादी के बाद कितने सालों से लोग ऐसे बच्चे परिवार है जिनको कोई बच्चे नहीं होते। അവരുടെ ദുഃഖം പക്ഷേ ഒരു മനുഷ്യന് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാവുന്നതിനേക്കാൾ വലിയ ദുഃഖമായി. कि उनका जो दुख है शायद मनुष्य उनको आश्वासन नहीं दे सकता, उससे भी बड़ा दुख है उनका। ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് കൗൺസിലിംഗ് പഠിപ്പിച്ചത് കൗൺസിലിംഗിൽ PhD എടുത്തിട്ടുള്ള ഒരു സാറായിരുന്നു. कि जब पासवान कॉलेज में पढ़ते थे तब उनको जो काउंसलिंग जो पढ़ाते थे, जिन्होंने उसमें PhD किया है, वो लोग उन्हें सिखाते थे, പക്ഷെ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. लेकिन उनको कोई संतान नहीं നമ്മൾ थे। ആരെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹത്തിന്റെ സകല മൂടും തെറ്റി അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. कि अगर कोई बच्चों को लेके अगर उनके पास जाते हैं तो उनका जो सारा जो दिमाग है वो हट जाता था। മനഃശാസ്ത്രത്തിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. कि उन्होंने उस पर पढ़ाई PhD किया है, കുഞ്ഞില്ലാത്ത ഒരു മനുഷ്യന്റെ വേദന മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അവസ്ഥ കാണണം. लेकिन कोई जिसके कोई बच्चे नहीं है उसके दर्द को अगर समझना है तो उनकी अवस्था को जरूर देखना ഞാനിത് है। പറഞ്ഞതിന്റെ അർത്ഥം ദൈവം നമുക്ക് നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. कि परमेश्वर ने हमें जो संतान दिया है इसलिए परमेश्वर को ഇന്ന് പകൽ धन्यवाद എത്ര करना പേർക്ക് है। അതിന് ഹൃദയപൂർവ്വം സ്തോത്രം ചെയ്യാൻ കഴിയും? कितने लोग पूरे हृदय के साथ उसको धन्यवाद कर ദൈവം सकते എനിക്ക് हैं നൽകിയ തലമുറകൾക്കായിട്ട് സ്തോത്രം. कि परमेश्वर ने जो मुझे पीढ़ी दिया उसके लिए धन्यवाद। ഹല്ലേലൂയ. हालेलूया। ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. मैं पहले प्रश्न की ओर वापस पहुंचूंगा। ശലോമോന് 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. പക്ഷേ 3 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. कि सलमोन के पास जो है 700 पत्नी और 300 रखेल थी, लेकिन उसके पास सिर्फ 3 ही बच्चे थे। റെഫറൻസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ വായിക്കേണ്ടതില്ല. 1 രാജാക്കന്മാർ 11:3 തനിക്ക് ഈ 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. कि पहले राजा 11 के 31 में जो है उसके बारे में हम पढ़ते हैं। ഒരു മകൻ ഉണ്ടായിരുന്നു, उसको एक बेटा था, അവന്റെ പേര് രഹബയാം എന്നാണ്. उसका नाम रहबयाम था। ഒരു മകനെങ്കിലും ജനിച്ചതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. कि एक लड़का जो जन्म हुआ उसके पीछे भी कारण था। 2 ദിനവൃത്താന്തം 6:16 ദൈവം ഇങ്ങനെ പറഞ്ഞു, दूसरा इतिहास 6:11 में इस समान परमेश्वर कहते നീ हैं, എന്റെ വഴികളിൽ നടക്കുമെങ്കിൽ अगर तू मेरे നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷ സന്തതി ഇല്ലാതെ വരികയില്ല. कि अगर तू मेरे राज्य में चलेगा तो तेरे को तेरी संतान जो है ऐसी कभी नहीं होगी कि उन सिंहासन पे नहीं बैठ पाएगी। അതുകൊണ്ടാണ് ദൈവം അവന് ഒരു ആൺകുഞ്ഞിനെ എങ്കിലും നൽകിയത്. इसलिए परमेश्वर ने उसके एक जो पुरुष संतान दिया था। 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. 2 बेटी थी। അവരുടെ പേര് 1 രാജാക്കന്മാർ 4:11 उस पहले राजा 4:11 में उनका नाम है। 1 രാജാക്കന്മാർ 4:11. पहले राजा 4:11। दूर से समस्त ऊंचे देश ആ. അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയാണ്. ശലോമോന്റെ മകളുടെ പേരെന്താ? താഫത്ത്. ഒരു മോളുടെ പേര് കണ്ടല്ലോ. कि सुलेमान की बेटी का तापत नाम था। ഇനി അതിന്റെ 4:15 വാക്യം, 1 രാജാക്കന്മാർ 4:15. 4:15 वचन पे पढ़े। സലോമോന്റെ മകളായ ബേശമത്ത്. ദേശമത്തിന് ഭാര്യയായ അപ്പൊ 3 പിള്ളേരുടെ പേര് കിട്ടിയല്ലോ. कि तीसरी बेटी का भी नाम मिल गया। രഹബയാം, रहबयाम, താഫത്ത്, ताफत ബേശമത്ത്. और बेसमत। ആര് പറയും? പറയാമോ? എഡുവിൻ പറയാമോ? बस
बासमत। വിശപ്പ്. പ്രൈസ്. ഇനി വരുമ്പോൾ ഞാൻ ചോദിക്കാമേ. एक और प्रश्न मैं आपसे पूछूंगा बाद में। ഈശ്വരോ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ദൈവം തന്നാലേ മക്കളുണ്ടാവും. आप जरा सोच के देखिए, अगर परमेश्वर देगा तो ही जो है संतान हो पाएगी। ഇനി കുഞ്ഞുങ്ങളെ കുറിച്ച് ബൈബിളിൽ പറയുന്ന 2 ഉപമാന ചിത്രങ്ങളുണ്ട്, ഇലിസ്ട്രേഷൻസ് ഉണ്ട്. कि दो बाइबल में जो है 2 तरीके जो उपमा जो है उदाहरण जो है वो परमेश्वर के वचन में बताए गए हैं। സങ്കീർത്തനം 127ന്റെ 4-ാമത് വചനം. वचन संहिता 127 का 4था वचन। ആ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. അസ്ത്രം എന്ന് അമ്പ് അല്ലേ? तीर के समान जो उसको बताया है। അമ്പ്. മക്കളാരെ പറഞ്ഞേ? അമ്പാണ്, जो അസ്ത്രമാണ്. बच्चे हैं वो तीर के समान है। അസ്ത്രം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തെറ്റിപ്പോകും. उसको अगर ध्यान से अगर उपयोग नहीं किए तो भटक जाएंगे। പാപം എന്നുള്ളതിന്റെ ഒരു മൂലപദം ഹമാർട്ടിയ എന്നാണ്. कि पाप का जो दूसरे अर्थ में उसका नाम जो है हमाती करके कहते हैं। അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം തെറ്റിപ്പോകുക എന്നൊരു അർത്ഥത്തിൽ कि നിന്നാണ്. उसका इतिहास इस समान बताया जाता है कि लोग भटक जाते हैं, भूल जाते हैं। പുരാതന കാലത്ത് അമ്പെയ്ത്ത് മത്സരം ഉണ്ടായിരുന്നു. कि पुराने दिनों में जो है तीर बांध के छत्र वो चलते थे। ഒരു നിശ്ചിത പോയിന്റ് കാണിക്കും. एक लक्ष्य वहां पे दिया जाता था അവിടേക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് പൂണിയിൽ നിന്ന് അമ്പെടുത്ത് തൊടുത്തു വിടണം. कि वहां पे जो है दूर में एक जगह को बना के जो है वहां से तीर लगाया जाता था। അവിടെ ഒരു അമ്പയർ നിൽക്കും, ഒരു റഫറി നിൽക്കും. कि वहां पे एक रेफरी वहां पे रहता था। ഈ അമ്പ് വന്ന് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാൽ ആ മനുഷ്യൻ ജയിക്കും. कि अगर तीर अगर वो लक्ष्य पे अगर लगता है तो व्यक्ति जीत जाता है। അല്പമെങ്കിലും വ്യതിചലിച്ചാണ് കൊള്ളുന്നതെങ്കിൽ അവിടെ നിൽക്കുന്ന റഫറി വിളിച്ചു പറയും ഹമാർട്ടിയ. कि अगर जो है वहां पे अगर लक्ष्य को अगर नहीं पहुंचता तो वहां पे जो रेफरी खड़ा है वो कहता है कि हमार दिया। നിങ്ങൾ വലിയ ആഗ്രഹത്തോടും ലക്ഷ്യത്തോടും ഒക്കെയാണ് അമ്പ് തൊടുത്തു വിട്ടത്. कि बड़े इच्छा और आग्रह के साथ अपने लक्ष्य को तो जो तीर को निकाला है പക്ഷെ തെറ്റിപ്പോയി. लेकिन वो भटक गया। മക്കൾ അസ്ത്രങ്ങളാണ്. कि बच्चे जो है तीर के समान है। അത് തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നാം കൂടെ പരിചരിക്കണം. अगर जो है अगर वो भटक न जाए इसलिए हमें भी उसके लिए तैयार होना है। മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. जिसको समझ जाए इसके परमेश्वर को धन्यवाद करें। രണ്ടാമത്തെ ദൃഷ്ടാന്തം दूसरा उदाहरण ആമേൻ മക്കൾ തൈകളാണ് എന്നുള്ളതാണ്. कि बच्चे जो है वो बालिया के समान है। അത് 128-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലാണ്. वचन संहिता 128 के 3रे वचन में നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ആ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. അപ്പൊ ഒന്ന് അസ്ത്രമാണ്, ये पहले 2 तीर है। തൈകളാണ്. कि फिर जलपाई के पौधे के जो समान है। ഒലിവ് തൈകൾ പോലെ ഇരിക്കും. कि जलपाई के पौधे के समान തൈയുടെ പ്രത്യേകത എന്താ? उसकी खासियत क्या है? ഹലോ, നമ്മളൊക്കെ ഒരുപാട് ചെറിയ നേഴ്സറികൾ കണ്ടിട്ടുണ്ട് അല്ലേ? हमने छोटी छोटी नर्सरी ചെടികളൊക്കെ നട്ടു വളർത്തുന്ന നേഴ്സറികൾ कि കണ്ടിട്ടുണ്ട്. जहाँ पे पौधे को उगाया जाता है वैसे छोटे छोटे नर्सरी को हमने देखा है। ആ തൈകളെ വളർത്തുമ്പോൾ അവർ കൊടുക്കുന്ന പരിചരണം എത്ര വലുതാണ്. कि जब उनको छोटे से जो पौधे को कितना वो ध्यान देते हैं। റബ്ബറിന്റെ പ്ലാന്റ് നട്ടുക എന്നിരിക്കട്ടെ, ഏത് വാഴയാവട്ടെ, ഏത് വൃക്ഷമാവട്ടെ, അതിന്റെ തൈ ആയിരിക്കുമ്പോൾ അതിന് പ്രത്യേക പരിചരണം ആവശ്യമുണ്ട്. कि अगर जो है कोई भी वृक्ष क्यों या पौधा क्यों ना हो जाए, लेकिन उसके जो जलपाई के जो उस पे है बड़ा ध्यान दिया जाता है। നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എത്രയോ സൂക്ഷ്മതയോടെയാണ് നമ്മൾ അവർ നോക്കുന്നത്. कि हम जब हमारे बच्चे होते हैं तो कितना देखभाल के साथ उन्हें देखते हैं। അത് കാരണം എന്താണ്? उसका कारण क्या है? അമ്മേ, കൊച്ചുങ്ങൾ ഇച്ചിരി വലുതായിരിക്കുമ്പോൾ നമ്മൾ കയ്യെ പിടിച്ചോണ്ടാണ് നമ്മൾ എന്താ കയ്യെന്നോട് അല്ലേ? ഞങ്ങളുടെ കൊച്ചാതിനെ പറയും ഐ എം എ ഗ്രോൺ അപ്പ് ഗേൾ എന്നൊക്കെ പറയും. 5 വയസ്സേ ഉള്ളൂ, എന്നാലും പറയും ഞാൻ വളർന്ന കുട്ടിയാണ്, എനിക്ക് ആരും വാരി തരണ്ടെന്നൊക്കെ പറയും. कि जब बच्चे बड़े हो जाते हैं तो हमारा हाथ छोड़ के कहते हैं कि हम खुद ही खा लेंगे, हम खुद ही दौड़ लेंगे। കുഞ്ഞുങ്ങൾ തൈകളാണ്. कि बच्चे जो है छोटे पौधे അവർക്കൊരു हैं, പ്രത്യേക പരിചരണം ആവശ്യമുണ്ട്, उनको ध्यान से देखना जरूरी है, കരുതലുകൾ ആവശ്യമുണ്ട്. उनको देखभाल जरूरी है। ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. कि बच्चे जो रास्ते में चलना है उसको तैयार करना है। വൃദ്ധനായാലും അത് അവനെ कि വിട്ടുമാറുകയില്ല. जब वो बुजुर्ग होगा तो वो रास्ते से भटक नहीं जाएगा, കാരണം മക്കൾ തൈകളാണ്. क्योंकि बच्चे हैं छोटे पौधे हैं। Praise the Lord. हालेलुया। നിങ്ങൾ ഒരു ഗ്രാമത്തിലൂടെ പോകുന്നു, ഉദാഹരണം പറയാണ്. अब मैं एक उदाहरण कहता हूँ, आप एक गांव से जा रहे हो। നോക്കുമ്പോൾ ഇവിടൊക്കെ പ്ലാവുണ്ടോ? ഇവിടൊക്കെ ചക്ക ഇല്ല. അപ്പോൾ തേങ്ങ ഉണ്ടല്ലോ അല്ലേ? തെങ്ങ് ഇല്ല, അതുമില്ല. ഉണ്ട്. മാങ്ങയുണ്ട്. താങ്ക് യു, വെരി ഗുഡ്. മാവുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഗ്രാമത്തിലൂടെ പോകുമ്പോൾ, ഹലോ, അഹമ്മദാബാദിൽ കുറച്ച് ഉള്ളിലോട്ട് പോയി ഇതിലേക്കൂടെയും പോകുമ്പോൾ ഒരാളുടെ പറമ്പിൽ ഒരുപാട് മാവേലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ. आप अगर ऐसा समझे कि आप अहमदाबाद से बाहर कोई जगह पे जा रहे हो, एक व्यक्ति के घर के बाहर बहुत बड़ा बगीचा है, वहाँ पे आम के पेड़ है, उसमें बहुत सारे आम है, നല്ല മാമ്പഴങ്ങൾ, अच्छे बड़े स्वादिष्ट आम है। ഒലകൊത്തി
മാങ്ങ कि കിടക്കുക. बड़ा फलवंत आम है उसके अंदर। ഉടനെ നമുക്കൊരു വലിയ ആഗ്രഹം, फिर हमारी एक इच्छा എനിക്കും വേണം ഇങ്ങനൊരു മാവ്. कि मुझे भी ऐसा एक आम चाहिए। ഉടനെ ആ വീട്ടുകാരനോട് ചെന്ന് ചോദിച്ചു, ചേട്ടാ ഈ മാവിഞ്ഞ് തന്നേക്കാമോ? फिर वो मालिक से जाके कहता है कि आप ये मुझे दे सकते हो या नहीं। അയാൾ ഈ ശല്യം എങ്ങനെയാലും ഒഴിയട്ടെ എന്ന് പറഞ്ഞു 50,000 രൂപ ഇറക്കി തന്നേക്കാന്ന് പറഞ്ഞു. कि वो कैसे बोलता है कि जो है मैं 50,000 दे दूंगा लेकिन मेरे को दे दो ये, ഇത് ആക്ച്വൽ പ്രൈസ് അല്ല, മോഹവിലയാണ്. कि उसका कोई एक्चुअल प्राइस नहीं लेकिन उसने बना के रखा हुआ दाम है ये। 50,000 കൊടുത്ത് JCB വിളിച്ച് പൊക്കിളി വെച്ച് പൊക്കിയെടുത്ത് ലോറിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്നൊരു വലിയ തടമെടുത്ത് അത് നട്ടു. फिर वहां से वो 50,000 रुपए दे के वहां से जो आम का जो है पेड़ को लेके वो JCB से लेके लोरी में लेके इधर घर पे डाल देता है। അമേൻ. ഒരു ഓസ് പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തു, കൃത്യമായിട്ട് വെള്ളം കിട്ടും. कि वहां पे पाइप लगा दिया कि पानी मिलने के लिए, അമേൻ. ഇല ഇട്ടിട്ടുണ്ട്, വളം ഇട്ടിട്ടുണ്ട്. कि उसको सारा खाद पदार्थ सारा डाला है। അടുത്ത വർഷം മാങ്ങ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. कि पहले साल वो ऐसे देख के बैठा പക്ഷെ है, എന്താ സംഭവിച്ചത്? लेकिन क्या हुआ, അതിലുണ്ടായിരുന്ന മാങ്ങയും കൂടെ പൊഴിഞ്ഞു പോയി. उसके अंदर जो आम था वो भी गिर गया। അതോ മനസ്സിലാവുന്നുണ്ടോ? हालेलुया। അപ്പൊ വേറൊരാളെ പറമ്പിൽ നിൽക്കുന്ന പ്ലാവോ മാവോ പറിച്ചോണ്ട് വന്ന് വെച്ചാൽ അത് കിളിക്കണമെന്നില്ല. कि दूसरे खेत में से अगर कोई आम लेके आते हैं तो शायद ऐसा ना हो कि यहाँ पे खिल അവിടെ जाए, ഫലഭൂഷ്ടമായിട്ടാണ് നിന്നത്. कि वहां पे फल रूप वहां पे खड़ा था, പക്ഷെ പറിച്ചിളക്കിക്കൊണ്ട് വന്നപ്പോ അത് നഷ്ടമായി പോയി. लेकिन जब उखाड़ के जब लेके आए तो यहाँ पे वो नष्ट हो गया। എന്നാൽ ഒരു എളുപ്പമാർഗമുണ്ട്. लेकिन एक छोटा सा मार्ग है അതിന്റെ ഒരു വിത്ത് കൊണ്ടുവന്ന് ഇവിടെ कि നട്ടുപിടിപ്പിക്കുക. उसका छोटा सा बीज लेके आप इधर लगाओ, ഒരു പക്ഷെ അതിനേക്കാൾ മികച്ച ഫലം ഇവിടെ കിട്ടും. शायद, लेकिन उससे ज्यादा फलवंत वो फल देगा वो। മക്കൾ തൈകളാണ്, कि बच्चे जो है पौधे മക്കൾ हैं, തൈകളാണ്. बच्चे पौधे ബാലൻ हैं, നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. कि बालक जो चलने के राह पे उसे चलाए, കുഞ്ഞിലെ അവനെ ശീലിപ്പിച്ചാൽ അത് അവന്റെ कि അനുഗ്രഹമായിരിക്കും. बचपन में ही जो अगर उसको सिखाएंगे तो ही वो जो है आगे बढ़ेगा। യഹൂദ ബാലന്മാരെ 4 വയസ്സാവുമ്പോൾ അവർ പഠിപ്പിക്കാൻ തുടങ്ങും. कि यहूदी बच्चे के जो 4 उम्र जब होते थे तभी उन्हें सिखाना शुरू करते थे। നിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമാകുന്നു എന്നൊരു വചനമില്ലേ? कि जो वचन है जो मद और मद के छत्ते से अधिक मीठा है। ഞാൻ ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറയാം. कि उस वचन के जो आधार को मैं बताऊंगा, ഒരു യഹൂദ കുഞ്ഞിനെ 4 വയസ്സാവുമ്പോൾ എഴുത്തിനിരുത്തും. कि यहूदी की बच्चे को जो है उसको 4 साल जब होता है तो उसको लिखने के लिए बिठाते हैं। പള്ളിയിലെ പുരോഹിതനെ റബ്ബിയെ വിളിച്ചു വരുത്തും. कि याजक या रबी को वहां पे बुलाते हैं, ഒരു താലത്തിൽ കുറെ മാവ് അവിടെ വെച്ചിരിക്കും. कि उसके तालत में उसको हाथ में कुछ उसको दे देते ആ हैं, കുഞ്ഞിനെ അദ്ദേഹം എടുത്ത് തന്റെ മടിയിലിരുത്തും. कि बच्चे को अपने गोदी में बिठा देते ആ हैं। താലത്തില് അവൻ എബ്രായ ഭാഷയില് ആവർത്തനം 6:4 ഈ വടിവത്ത അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതി വെക്കും. फिर वो जो है उनको पास में बिठा कर स्लेट पे ऐसे लिखा करते हैं उनसे, ഇസ്രായേലെ കേൾക്കുന്ന നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. कि इस्राएल का परमेश्वर एक है, उसे और कोई परमेश्वर तेरे जीवन में ना हो। അതിനെ ക്ഷമ എന്നാണ് അറിയപ്പെടുന്നത്. कि उसको क्षेमा करके बताया जाता है। അപ്പൊ ഈ ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ये ऐसे लिखा गया है। എന്നിട്ട് ഈ കുഞ്ഞിനോട് പറയുന്നു, फिर वो बच्चे से कहता है മോനെ കണ്ണടച്ചോണ്ട് ഇതിൽ ഇഷ്ടമുള്ള അക്ഷരത്തെ തൊടാൻ പറയും. कि वो कहता है कि आंख बंद करके जो तेरे को अक्षर पसंद है उसको तो छू ले। കുഞ്ഞ് കണ്ണടച്ചോണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തെ തൊടും. कि बच्चा जो आंख बंद करके कोई भी अक्षर पे छू लेता അവൻ है, കണ്ണടച്ചിരിക്കുന്ന സമയത്ത് जब वो आंख बंद करता है तब താൻ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന കുറെ തേൻ എടുത്ത് അതിന് മേൽ സ്പ്രിങ്കിൾ ചെയ്യും, തളിക്കും. जो उसने मद को जो छुपा के रखा है वो उसके ऊपर वो डाल देता है। എന്നിട്ട് ആ കുഞ്ഞിനോട് പറയും, മോനെ ഇഷ്ടപ്പെട്ട അക്ഷരം ഉണ്ടല്ലോ അതെടുത്ത് നാവേലോട്ടൊന്ന് വെച്ച് നോക്കാൻ. वो बच्चे से कहता है कि तेरे को जो अक्षर पसंद है उसको छू के तू अपने जबान पे അവൻ लगा। വെച്ച് നോക്കുമ്പോൾ തേനിന്റെ രുചി അവന് വരികയാണ്. जब वो बच्चा खाता है तो उसको मद का स्वादिष्ट उसको मिलता है। തേനിലും തേൻകട്ടയിലും മധുരമേറിയ വചനം കുഞ്ഞുകാലം മുതൽ അവന്റെ അകത്തേക്ക് ഇൻസിസ്റ്റ് कि ചെയ്യുകയാണ്. जो मद और उसके मद के छत्ते से जो मधुर बात है वो उसके अंदर शुरुआत से ही डाला जाता है। ഹല്ലേലൂയ. हालेलुया। വേദപാഠ ക്ലാസുകൾ ഒഴിവാക്കരുത്. कि परमेश्वर के वचन के जो क्लासेस को उसको आप भूल छोड़ ना दे, കുഞ്ഞുകാലത്ത് മാത്രമേ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. कि उनको बचपन में ही उन्हें सिखा सकते हैं। ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ വചനം വീണാൽ വൃദ്ധരായാലും അത് മാഞ്ഞു പോവില്ല. अगर आज उनके हृदय में अगर वचन गिरता है तो जब वो बुजुर्ग होगा तब वो नहीं हटेगा। ഇനി ശിശുക്കളെ കുറിച്ച് യേശുവിന്റെ സമീപനം നോക്കാം. कि बच्चों के बारे में यीशु मसीह के आप सोचिए യേശുവാണ് നമുക്ക് എല്ലാറ്റിനും എല്ലാം മാതൃക. कि यीशु मसीह सबसे लिए सबके लिए एक मार्गदर्शक है। ഹി ഈസ് അവർ മോട്ടിവേറ്റർ, कि वो जो है हमारा मोटिवेटर है, ഹി ഈസ് അവർ മോഡൽ, वो हमारा एक उदाहरण ഹി है, ഈസ് അവർ മോൾഡർ. वो हमें जो ढालता है। എന്തിനും ഏതിനും നമുക്ക് മാതൃകയാക്കാനുള്ളത് യേശുക്രിസ്തുവിനെയാണ്. कि कोई भी बातों के लिए अगर मार्गदर्शक बना सकता है वो यीशु मसीह को ही है। ക്രിസ്തുവിന് ശിശുക്കളോടുള്ള സമീപനത്തെ വ്യക്തമാക്കുന്ന 2 വേദഭാഗങ്ങൾ. कि यीशु मसीह को जो है बच्चों के साथ जो लगाव है वो 2 वचनों के द्वारा हम समझ सकते हैं। മത്തായി 18:1 മുതൽ 4 വരെ. मत्ती रचित सुसमाचार 18 का 1 से लेकर 4 तक। ആമേൻ. ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതൊന്ന് പറയാൻ പോവാ. आपको याद रहे उस हिसाब से मैं आपको बताना चाहता हूँ। 18:1 മുതൽ 4 വരെ. 18 का 1 से लेकर 4 तक। ഈ നടുക്കുള്ള ഹൈഫനെ അങ്ങ് എടുക്കുക. उसके 1 തൊട്ട് 4 വരെ എന്നല്ലേ? 1-4 അല്ലേ?
एक डैश 4 करके इस हिसाब से बताया ആ जाता है। ഹൈഫനോട് അതിനോട് അങ്ങ് ചേർക്കുക. वो हाइफन भी उसके साथ ही लगा दे। 19:14. उसका 19 का 14वां वचन। ഹലോ, മനസ്സിലായോ? 18:1 മുതൽ 4 വരെ, then 19:4. 18 का 1 से लेकर 4 तक और 19 का 14वां वचन। വൈകിട്ട് ചോദിക്കുവേ. शाम को मैं पूछूंगा आपसे। Praise the Lord. हालेलुया। അപ്പൊ നിങ്ങൾ നോക്കി യേശുവിന് ശിശുക്കളോടുള്ള സമീപനം कि यीशु मसीह जो है बच्चों के साथ जो प्रेम रखते थे। 18:1 മുതൽ 4 വരെയുള്ള വാക്യം. 18 का 1 से लेकर 4 तक वचन पढ़े। ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. ആ അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അപ്പൊ സ്വർഗരാജ്യത്തിലെ വലിയ മനുഷ്യൻ ആരാണെന്ന് ചോദ്യം. कि स्वर्ग राज में बड़ा मनुष्य कौन है, ऐसा प्रश्न है। യേശു ഒരു ന്യായശാസ്ത്രിയെ, ഒരു സാധുക്കിനെ, ഒരു പരീശനെ അല്ല, ഒരു ശിശുവിനെ വിളിച്ചു നിർത്തിയാണ് ആ കാര്യം പഠിപ്പിച്ചു कि കൊടുത്തത്. यीशु मसीह को फरीसी या कोई न्यायशास्त्री को नहीं बुलाता, लेकिन एक बच्चों को वहां पे बुला के उन्हें सिखाता है। നിങ്ങളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. अगर तुम जो है बालक के समान नहीं होगे तो परमेश्वर के राज्य में नहीं प्रवेश कर पाओगे। എന്താ ശിശുവിന്റെ പ്രത്യേകത? कि जो बच्चे की खासियत क्या है? രണ്ട് പ്രത്യേകത പറയാം. 2 खासियत है। ഒന്ന്, ശിശു നമ്മൾ പറയുന്ന എന്തോ അങ്ങനെ അങ്ങ് വിശ്വസിക്കും. पहला, जो बच्चा जो जिस हिसाब से हम कहते हैं उसको उस हिसाब से ही वो मान लेता है। ഇംഗ്ലീഷിൽ എ എന്ന് നമ്മൾ പഠിപ്പിച്ചു. अगर इंग्लिश में हमने ए करके सिखाया, സ്കൂളിൽ ചെല്ലുമ്പോ जब वो स्कूल में जाता है, ഉദാഹരണം പറയുന്നതാണ്. एक उदाहरण ही बता रहा हूँ। ആമേൻ. സാറ് പറഞ്ഞെന്നിരിക്കട്ടെ, ഇത് എ അല്ല ബി ആന്ന് अगर പറഞ്ഞെന്നിരിക്കട്ടെ. जो है वहां पे उसको टीचर पढ़ाते कि ये ए नहीं ये तो बी है, അവൻ വീട്ടിൽ വന്നിട്ട് പറയും, वो घर आके कहेगा മമ്മിക്കൊന്നും അറിയത്തില്ല, कि माता को आपको कुछ नहीं आता, അത് എ അല്ല ബി ആന്ന് പറയും. वो ए नहीं वो तो बी है। ഹലോ, हालेलुया। ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആമേൻ. അപ്പൊ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആമേൻ സാറ് പറയുന്ന എന്ത് കുഞ്ഞ് അങ്ങനെ അങ്ങ് വിശ്വസിക്കും. कि बच्चे के हृदय में अगर उसके जो सार जो भी बताते हैं, शिक्षक बताते हैं, वो सब वो मान लेता है। അതുകൊണ്ടാണ് ഹിറ്റ്ലർ പറഞ്ഞത് 4 വയസ്സുള്ള കുറെ പിള്ളേരെ എനിക്ക് താ, ഞാൻ ലോകത്തെ മറിച്ച് കാണിക്കാമെന്ന്. इसलिए हिटलर कहता है कि मेरे को 4 उम्र के रखने वाले बच्चों को दो, मैं पूरे दुनिया को पलट दूंगा। ശിശുവിന്റെ രണ്ട് പ്രത്യേകത, कि बच्चों की 2 खासियत, അവൻ എന്തും വിശ്വസിക്കും. वो कुछ भी बात विश्वास कर लेगा, എന്തും വിശ്വസിക്കും. कुछ भी विश्वास कर നിങ്ങൾ लेगा। എന്ത് പറയുന്നു അത് അങ്ങനെ आप വിശ്വസിക്കും. जो कहेगा वो विश्वास कर लेगा। അതവന്റെ പ്രത്യേകതയാണ്. उनकी खासियत है। രണ്ടാമത്തെ പ്രത്യേകത, दूसरी खासियत, ഒരു ശിശുവിന്റെ ഹൃദയം एक शिशु का जो हृदय है, ഒന്നും എഴുതിയിട്ടില്ലാത്തൊരു വെള്ള പേപ്പറാണ്. ये कुछ भी नहीं लिखा वैसे एक सफेद कागज के समान है। നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നല്ല പൂക്കളുടെ പടം വരയ്ക്കാം, आप अगर चाहे तो अच्छा जो खूबसूरत चित्र दौड़ सकते हो, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ കരിവാരിത്തേക്കാം. यहाँ तो यहाँ पे कुछ काला दाग लगा सकते ഈ हो। ഹൃദയത്തിൽ എന്ത് വരുത്തണമെന്ന് നിങ്ങളാണ് ये തീരുമാനിക്കുന്നത്. हृदय के अंदर क्या आना है वो आपको निर्णय लेना है। ഹലോ, മനസ്സിലാവുന്നുണ്ടോ? हालेलुया। പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. हालेलुया। വീടാണ് ഏറ്റവും നല്ല വിദ്യാലയം എന്ന് कि പറയുന്നത്. घर जो है सबसे बड़ा विद्यालय कहा जाता ഒരു है। കുഞ്ഞിന്റെ പ്രാഥമികമായ പഠനം മുഴുവൻ അടിസ്ഥാനം ചെയ്യപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ 4 വയസ്സ് വരെയാണ്. कि जो है जो एक छोटे बच्चे का जो बढ़ोतरी जो उसका नींव जो है जो 4 साल की आयु में जो है 4 हो വയസ്സ് जाता है। വരെയുള്ള പ്രായത്തിനോടകത്ത് അവന്റെ വ്യക്തിത്വം മുഴുവൻ അടിസ്ഥാനപ്പെടും. कि 4 साल के अंदर में उसका जो भी व्यक्तित्व है वो तैयार हो जाता है। പിന്നീടാണ് അതിന്മേൽ പണിയപ്പെടലുകൾ फिर നടക്കുന്നത്. वो धीरे धीरे उसकी बढ़ोतरी बढ़ती है। സ്വർഗരാജ്യം എന്ന വമ്പൻ വിഷയം യേശു कि അവതരിപ്പിക്കുക. स्वर्ग राज्य का जो विषय है वहाँ पे परमेश्वर बता रहे യേശു हैं അതിനായി ഉപയോഗിച്ചത് ഒരു ശിശുവിനെയായിരുന്നു. कि यीशु मसीह वहाँ पे बालक का उपयोग करते हैं। 19 അധ്യായത്തിന്റെ 14 വാക്യം, 19वें अध्याय का 14वां वचन, അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. कि हाथ के ऊपर रख के प्रार्थना करने के लिए कुछ बच्चों को यीशु मसीह के पास लेके आते हैं। ശിഷ്യന്മാരോ അതിനെ വിമർശിക്കുകയും വിലക്കുകയും ചെയ്തു. कि जो शिष्य लोग जो है उसको ताड़ना दे के उनको दूर भगाते हैं। എന്നാൽ യേശു എന്താണ് ചെയ്തത്? लेकिन यीशु मसीह क्या करते हैं? ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. कि बालक को जो है उनको मत रोको, उनको मेरे पास आने दो, स्वर्ग राज्य नहीं का है। 18 മുതലുള്ള വാക്യങ്ങളില് 18 के 1 से लेके वचन जब पढ़ते हैं നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ कि കടക്കയില്ല. तुम अगर बालक के समान नहीं बनते हो तो स्वर्ग का राज्य तुम्हें नहीं मिलेगा। 19 19 के 14वें वचन में സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്നാണ് യേശു कि പറഞ്ഞത്. स्वर्ग राज्य ऐसे लोगों का है ऐसा बताया है। സ്വർഗരാജ്യം എന്ന വലിയ വിഷയം പഠിപ്പിക്കാൻ യേശു ഉപയോഗിച്ചത് ഒരു कि ശിശുവിനെയാണ്. स्वर्ग राज्य का बड़ा विषय सिखाने के लिए यीशु मसीह ने बालक का इस्तेमाल किया। ശിശു എന്തും വിശ്വസിക്കും, कि बालक कुछ भी विश्वास അവൻ करता है। ദൈവത്തെ വിശ്വസിക്കും. उसने परमेश्वर पर विश्वास ദൈവമുണ്ടോ किया। എന്ന് ചോദിച്ചാൽ അവന് പിന്നെ സംശയമില്ല. उसने परमेश्वर के विषय में कोई ആ शंका नहीं ചിന്ത है। ആദ്യമേ അവന്റെ ഹൃദയത്തിലേക്ക് വീഴുകയാണ്. वो शुरुआत में उसके हृदय के अंदर गिर जाता है। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ സ്തോത്രം. സൺഡേ സ്കൂൾ ഓരോ സഭയ്ക്കും സുപ്രധാനപ്പെട്ടതാണ്. ये संडे स्कूल हर एक कलीसिया के लिए सुप्रदान की बात है। സൺഡേ സ്കൂൾ ഇല്ലാത്ത സഭ മക്കളില്ലാത്ത കുടുംബത്തിന് തുല്യമാണ്. कि संडे स्कूल बिना
की कलीसिया जो परिवार में बच्चे नहीं है उसके समान है। ആ സൺഡേ സ്കൂളുള്ള സഭയ്ക്ക് മാത്രമേ നാളെ ഒരു ഭാവിയുള്ളൂ. कि वो संडे स्कूल वाले जो कलीसिया में उसी में एक भविष्य होता है। സൺഡേ അല്ലേ മമ്മി സൺഡേ സ്കൂളിന് പോവേണ്ടേ, വേണ്ട വേണ്ട മോനെ ഇന്ന് ട്യൂഷന് പോവേണ്ടേ. ऐसे गाना है कि संडे स्कूल में जो है जाना है, लेकिन वो कहता है कि नहीं आज तो ट्यूशन जाना है। ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. कि बालक जिस आज मार्ग में चलना है उसके लिए उसको तैयार करें। പ്രൈസ് ദി ലോർഡ്, Hallelujah. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിശു എന്ന വാക്കിന്റെ മൂന്നർത്ഥം. कि शिशु जो बात का 3 अर्थ है। ഒന്ന് ഒരു കുഞ്ഞ് എന്നുള്ളതാണ്. कि पहले एक छोटा बच्चा है, ആമേൻ, ഒരു ഇൻഫന്റ് എന്ന അർത്ഥത്തിൽ. एक छोटा सा बच्चा है। രണ്ടാമത്തെ അർത്ഥം दूसरा अर्थ നിഷ്കളങ്കാവസ്ഥ എന്നുള്ളതാണ്. कि वो निर्दोष अवस्था में है, ഇന്നസെന്റ്. कि वो निर्दोष है। ഒന്ന് ഇൻഫന്റ്, മറ്റൊന്ന് ഇന്നസെന്റ്. कि पहला छोटा बच्चा, दूसरा जो है वो ഞങ്ങളുടെ ചാലക്കുടിയിലെ ഒരു എം പി ഉണ്ടായിരുന്നു. कि चालुकुड़ी में एक जो एमपी समान थे, അദ്ദേഹത്തിന്റെ പേര് ഇന്നസെന്റ് എന്നായിരുന്നു. कि उनका जो नाम भी इनोसेंट था, പേരേ ഉള്ളായിരുന്നു. सिर्फ नाम ही ऐसा था। ഹലോ, എനിക്കറിയില്ല. ഇന്നസെന്റ് എന്ന് പേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇന്നസെന്റ് ആവത്തില്ല. कि अगर उसका नाम अगर निर्दोष डाले तो वो निर्दोष नहीं बनता। ആന്തരിക ശുദ്ധി നിമിത്തമാണ് ഒരു നിഷ്കളങ്കനായി उसके മാറുന്നത്. अंदर भी जो है उसको निर्दोष होना जरूरी കർത്താവ് है। നഥനയേലിനെ കുറിച്ച് പറഞ്ഞത് ഇന്നലെ നാം कि ചിന്തിച്ചല്ലോ. हम परमेश्वर ने जो नथनीएल के बारे में कहा ഇതാ वो हमने कल സാക്ഷാൽ मनन किया। ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഇവനില് കപടമില്ല. कि ये एक सच्चा इस्राएल है, इसके अंदर कोई कपट नहीं। Praise the Lord. Hallelujah. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. कि जिसके ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ, कि जिसके सारे पाप जो है माफ किए गए हैं वो धन्य व्यक्ति है। जिसके अंदर कोई कपट नहीं है वो धन्य है। 1 കൊരിന്ത്യർ 14:20. पहले कुरिन्थी 14:20। हे भाइयों, तुम समझ में बालक न बनो, तो भी बुराई में तुम बालक रहो, परंतु समझ में सियाने बनो। ആ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്കോ ശിശുക്കളായിരിക്കും. कि बुराई में जो है तुम बुराई में बालक बने रहो। കേട്ടോ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാവരുത്. कि समझ में बालक न बनो। പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. कि सांप के समान बुद्धि रखने वाले और जो कबूतर के समान जो है തിന്മയ്ക്ക് निष्कलंक रहना है। ശിശുക്കളായിരിക്കും. कि जो बुराई बात में जो है At the बच्चे same बालक time, बनना है। ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. और उसके समान जो समझ में जो है बालक ना बनो। ശിശു എന്ന വാക്കിന്റെ അർത്ഥം. कि शिशु बात का जो अर्थ है। മൂന്നാമത്തെ അർത്ഥം तीसरा अर्थ ആത്മീയമായി വളർച്ച പ്രാപിക്കാത്ത ഒരു അവസ്ഥയാണ്. कि आत्मिक रूप से जो बढ़ोतरी प्राप्त नहीं करते वैसी अवस्था। ഇൻമച്വർ ഇൻ സ്പിരിച്വാലിറ്റി. कि जो अब परिपूर्णता नहीं होते वैसे। ആത്മീയമായി വളർച്ച പ്രാപിക്കാത്ത അവസ്ഥ. कि आत्मिक रूप से बढ़ोतरी ना प्राप्त करे वैसी अवस्था। ചില വാക്യങ്ങൾ അവിടെ മലയാളത്തിൽ അത് കൊടുത്തേക്കുന്നത്, ഇംഗ്ലീഷ് ഒന്ന് ഇത് തെറ്റാണത്. ഓക്കെ, എബ്രായ ലേഖനം 5:12. इब्रानियों की पत्री 5:12। समय के विचार से तो तुम्हें गुरु हो जाना चाहिए था, क्योंकि क्या वह आवश्यक है कि कोई तुम्हें परमेश्वर के वचनों की आदि शिक्षा फिर से सिखाए। ऐसे हो गए हो कि तुम्हें अन्न के बदले കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല. Praise the Lord. कि कठोर खाना नहीं, लेकिन तुमको अन्न जो है दूध चाहिए। ഹലോ, സ്തോത്രം. ഇപ്പൊ എനിക്ക് നിബിളൂപ്പി വന്നാൽ ഞാൻ കുടിക്കുമോ? വീട്ടിൽ വരുമ്പോൾ എനിക്ക് ചായ തരുന്നു, നിബിള് ഉപ്പിക്കത്ത് തരുമോ എനിക്ക്? कि अगर आप घर पे अगर कोई चाय अगर मांगते हैं तो कोई निप्पल में नहीं देता എന്നാൽ എൻ്റെ കയ്യിൽ ഒരു പൊടിക്കുഞ്ഞുണ്ടെങ്കിലോ है। लेकिन अगर कोई छोटा बच्चा ആ होता है കുഞ്ഞിന് നമ്മൾ നിബിള് ഉപ്പി കൊടുക്കും. कि उसको तो बॉटल में देते हैं। കട്ടിയായുള്ള ആഹാരമല്ല, जो कठोर खाना नहीं, പാൽ അത്ര ഇപ്പോഴും कि ആവശ്യമായിരിക്കും. दूध भी अभी उसको जरूरत है। ആത്മീയമായി വളർച്ച പ്രാപിക്കാത്ത അവസ്ഥയാണ്. कि आत्मिक रूप से बढ़ोतरी प्राप्त न करे वैसी अवस्था। പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 4:11 വാക്യം. गलातियों की पत्री 4 का पहला वचन। ശിശു സകലത്തിനും ഉടമസ്ഥനെങ്കിലും അവകാശിയെങ്കിലും അയച്ചത്. അവകാശി സർവ്വത്ര യജമാനനെങ്കിലും ആ ശിശുവായിരുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ശിശുവാണ്. പ്രൈസ് ദി ലോർഡ്. मैं ये कहता हूँ कि वारिस जब तक बालक है, यद्यपि सब वस्तुओं का स्वामी है, तो भी उसमें और दास में कुछ भेद नहीं। 1 കൊരിന്ത്യർ ലേഖനം 13:11 അതിനോട് ചേർത്ത് പഠിക്കണം. कि पहले कुरिन्थी 13 का 11वां वचन साथ में पढ़े। പൗലോസ് പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. जब मैं बालक था तो मैं बालकों की नहीं बोलता था, बालकों को सम्मान था, बालकों की सी समझ थी, परंतु जब सियाना हो गया तो बालकों की बातें छोड़ दी। ഇനി ഞാൻ ഈ പറയുന്നത്
ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. कि यहाँ पे जो जो है शायद छोटे बच्चों को समझ नहीं आएगा. കേരളത്തിൽ ജനിച്ചു വളർന്നവർക്കൊക്കെ ഞാൻ ഇനി പറയുന്നത് മനസ്സിലാവും. कि जो केरल में जो बड़े हुए हैं उनको ये बात समझ आएगी. അതാ കഴിയട്ടെ അല്ലേ? താങ്ക് യു. നമ്മുടെയൊക്കെ കുഞ്ഞുകാലം ഓർമ്മയുണ്ടോ? क्या आपके बचपन के दिन आप जरा അതോ सोच നമ്മളെ കുഞ്ഞുകാലത്ത് എന്ത് ചെയ്യായിരുന്നു അറിയാമോ? कि बचपन में हम क्या करते थे. അവൻ ഒരു ചെടി, ഒരു കമ്മ്യൂണിസ്റ്റ് കാണോ, ഏതൊരു ചെടിയുണ്ട്, അത് പറഞ്ഞു അതിന്റെ ഒരു കമ്പ് ഒടിച്ചെടുത്ത് നിക്കറിന്റെ ഇവിടെ കൂടെ ഇങ്ങോട്ട് വെക്കും. ये छोटी सी लाठी को जो है हम काट के जो है या चड्डी के इधर उधर डालते थे. ഇപ്പൊ ഇന്നലെ ഇതിലെ കൂടെ സ്കൂട്ടറിൽ പോയപ്പോ ഒരു ഇത് വെച്ചേക്കുന്നുണ്ടോ? कि पिछले दिन यहाँ पे स्कूटर में देखा कि ऐसे उसके ऊपर आगे से एक बनाया അപ്പൊ रखा ഞാൻ है. ചോദിച്ചപ്പോ പറഞ്ഞു ഇതിലെ കൂടെ കണ്ട് പട്ടം പറത്തി അതിങ്ങനെ കഴുത്തെ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ വെച്ചേക്കാണെന്ന്. जब पूछने पे पता चला कि यहाँ पे कोई पतंग चगाता है उसके रस्सी से कोई गला ना कट जाए इसके लिए बांध के रखा है. നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അറിയോ? കുഞ്ഞിലെ हम जब बचपन में क्या करते ഒരു थे, കമ്പെടുത്ത് പിടിച്ചോണ്ട് കുത്തി വെക്കും. एक लाठी को लेके ऐसे बांध के रखते थे ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. कि ये हमारा स्टीयरिंग है. ഓടും. क्यों ऐसे फिर रख के ऐसे भागते थे. ആൺപിള്ളേരുടെ എല്ലാം ജോലി ഡ്രൈവർമാരാണ്. कि सारे लड़कों का जो काम था ये वो ड्राइवर बन गए थे. പെൺപിള്ളേരെല്ലാം സ്കൂൾ ടീച്ചർമാരാണ്. ये सारे जो लड़कियां हैं वो स्कूल टीचर थी. അവര് സാരി അങ്ങോട്ട് എടുത്ത് കൊടുക്കും. वो सारी ऐसे पहनते थे. എന്നിട്ട് കമ്പെടുത്തോണ്ട് വന്നിട്ട് फिर वो लाठी लेके പഠിച്ചോണ്ട് വരാമോടി. फिर क्या पढ़ के आए क्या എല്ലാ പെൺപിള്ളേരും ടീച്ചർമാരായിരിക്കും. कि सारे जो लड़कियां हैं वो टीचर बन गए ആൺപിള്ളേരെല്ലാം ഡ്രൈവർമാരായിരിക്കും. और सारे लड़के जो है ड्राइवर बन गए. ഒരു പെരക്കകത്തൂടൊക്കെ ഓടും. एक जो है कमरे में ऐसे ही वो भागते थे ऐसे लेके. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു. कि जो बच्चे थे तब बच्चे के समान सोचते थे. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. जब सयान हुआ तो सारे बच्चों की बात को भूल കുഞ്ഞുകാലത്ത് गए. കപ്പക്കാലയിൽ പോയി ചെറിയ കുടിലുണ്ടാക്കി അവിടെ നമ്മൾ കഞ്ഞിയും കറിയും ഒക്കെ വെക്കുമായിരുന്നു. कि जब बचपन के दिनों में जो वहां पे एक छोटा सा वो बना के उसके अंदर चावल पकाते थे. മണ്ണ് കുഴച്ച് പുട്ടുണ്ടാക്കും. कि उसके अंदर जो पुट करके जो है बनाते थे. കപ്പയുടെ തണ്ട് വെച്ച് തോരനുണ്ടാക്കും. कि कप्पा के लकड़ियों को लेके जो है फिर उसका सब्जी बनाते थे. കപ്പയുടെ ഇല വെച്ച് അടുത്ത കൂട്ടാനുണ്ടാക്കും. कि उसके पत्ते को लेकर अगली सब्जी बनाते അല്ല थे. കുറച്ച് എന്തെങ്കിലും കളർ കലക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് രസം कि ഉണ്ടാക്കുമായിരുന്നു. उसके अंदर कुछ भी डाल के जो है रसम करके जो वो बनाते थे. അതൊക്കെ ഒരു രസമായിരുന്നു. तो वहां पे अच्छी बात थी उन दिनों അതോ में. കപ്പക്കാമ്പേൽ അമ്മയുടെ സാരി ചുറ്റിയിട്ടാണ് നമ്മൾ कि വീടുണ്ടാക്കിയേക്കുന്നത്. ऊपर जो है पूरा माता की जो सारी लगा के जो है फिर वहां पे नीचे काम करते थे. രാവിലെ കളി തുടങ്ങിയതാ. രാവിലെ കളിക്കാൻ തുടങ്ങിയതാണ്. कि सुबह ऐसे चलते हैं. ഒരു മണിയാകുമ്പോഴത്തേക്കും വീട്ടിലോട്ട് ഒറ്റ ഓട്ടമാണ്. कि फिर दोपहर को 1 बजे वापस घर भागते हैं. മമ്മി വിശക്കുന്നെന്ന് പറഞ്ഞോണ്ടാ ചെല്ലുന്നേ. माता भूख लग रही है ऐसा कह के भागते ഇവിടെ हैं. പുട്ടും കടലൊക്കെ ഇരിപ്പുണ്ട്, കഴിക്കത്തില്ല. कि वहां पे कुछ बना है वो तो नहीं खाएंगे. ഹലോ ഭയങ്കര മഴ പെയ്തു. तो बहुत सारा बारिश हुआ. അവിടെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. कि वहां पे जो घर सब बनाया था. പക്ഷെ അവൻ ഓടി വീട്ടിലോട്ട് കയറും. फिर वो लेकिन दौड़ के घर पे जाता है. ശിശുവായിരിക്കുമ്പോൾ ശിശുവിനെ പോലെ ചിന്തിക്കുകയാണ്. कि जो बाल बच्चे हैं तो बच्चे के समान सोचते हैं. ശിശുവിനെ പോലെ നിരൂപിക്കുകയാണ്. कि उस हिसाब से देखते हैं. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളയും. लेकिन जब बड़े होते हैं तो सारी शिशु वाली बात को हम भूल जाते हैं. ശിശു എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥം कि शिशु जो बात के तीसरा अर्थ ആത്മീയമായി വളർച്ച പ്രാപിക്കാത്ത അവസ്ഥയെന്ന്. कि आत्मिक रूप से जो बढ़ोतरी नहीं प्राप्त होती वैसी अवस्था. അവകാശി സകലത്തിനും യജമാനനായിരിക്കുന്നുവെങ്കിലും कि जो अधिकारी सारी बातों पे वो मालिक वारिसदार है. फिर भी ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും രാജനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. ആമേൻ. कि जब तक वो बालक है तब तक दास और उसमें कोई भेद नहीं. വലിയ വലിയ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ജോലിക്കാരെ നിർത്താറുണ്ട്. कि बड़े बड़े घर में जो है बच्चों को बड़ा करने के लिए जो वहाँ पे काम सेवक को रखते हैं. എന്റെ സഭയിലെ ഒരു സഹോദരി ഇവിടെ ബോംബെയില് നമ്മുടെ അദാനിയുടെ മറ്റോ വീട്ടിലാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. कि पासवान के कलीसिया में एक जो बहन है बॉम्बे में कोई अडानी के किसी के घर पे जो है वहाँ पे बच्चों को देखने के लिए वो रहती എനിക്ക് है. വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല, ഏതായാലും അവൾക്കൊരു 50,000 രൂപ കൂടുതൽ ശമ്പളമുണ്ട്. कि शायद उसको 50-60 हजार से ज्यादा वेतन मिलता है. അവള് പറഞ്ഞു ഇങ്ങനെ എത്ര ജോലിക്കാരാ അവിടെ ഉള്ളത് वो അറിയാമോ? ऐसा कहते हैं ऐसे काम करने वाले कितने लोग हैं. 2 പീറപ്പിള്ളേരെ നോക്കാനാണ് ഇങ്ങനെ ഒത്തിരി ജോലിക്കാരെ कि നിർത്തിയേക്കുന്നത്. ऐसे 2 बच्चे को देखने के लिए जो बहुत सारे सेवकों को वहाँ पे रखा है. ഇവര് ചോറ് ഉദാഹരണം പറയുന്നതാണ്. एक उदाहरण मैं कहता ഞാൻ ആ हूँ. വീട്ടിൽ പോയിട്ടില്ല. मैं वो घर पे नहीं गया. ഈ ശിശുക്കളെ വളർത്തുന്ന ആയമാരുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. कि जो बच्चे को बढ़ाने वाले जो आया व्यक्ति को आप जरा सोचिए. ബാലവാടികളിലും നേഴ്സറിലൊക്കെ കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളെ വിടത്തില്ലേ? कि जो बचपन में जो है बच्चों को हम नर्सरी भेजते അപ്പൊ हैं. ഇവര് ചോറുണ്ണുമ്പോ ചോറ് അവിടെ കാണാൻ വീഴും. ये जो जब चावल खाते हैं तो कुछ इधर इधर गिर जाता है. ആയ വടിയെടുത്ത് ഒറ്റ അടി അടിച്ചു. ഈ जो ഒറ്റ പച്ച ചോറ് താഴെ വീഴാനുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇവരെ വരട്ടും. जो आया जो है उनको बड़ी डांटती है कि एक भी जो चावल का दाना नीचे नहीं गिरना चाहिए. ഈ ആയയുടെ ശമ്പളം എത്രയാണെന്ന് ये അറിയാമോ? आया का वेतन कितना है? 3000 രൂപ. 3000. 3000 रुपए.
ഈ കുട്ടിയുടെ ആസ്തി നിനക്കറിയാമോ? ये बच्चों का आप देखो, 30,000 കോടി രൂപ. उसका 30,000 कोड़ी है. അമ്മ 30,000 കോടിയുടെ ആസ്തിയുള്ള കുഞ്ഞിനെ 3,000 രൂപ ശമ്പളമുള്ള ആ ദാസി നോക്കുകയാണ്. ये 30,000 करोड़ का जो वारिस जो बच्चे को जो है 3,000 के जो आया वहां पे देखती है ശിശു സകലത്തിനും അവകാശിയെങ്കിലും कि शिशु है, सारी बातों का वारिस है. तो अभी അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. जब तक वो शिशु है तब तक दास में, और उसमें कोई भेद नहीं. കാലം നോക്കിയാൽ നിങ്ങൾ अगर ഉപദേഷ്ടാക്കന്മാരായിരിക്കും. समय हो गया तो आप अभी शिक्षक बन जाने പക്ഷേ चाहिए थे. ഇന്നും നിങ്ങൾ പാലത്രേ കുടിക്കുന്ന അവസ്ഥയിലായിരിക്കും. लेकिन आज भी अभी दूध पीने की अवस्था में हो. കൃപയിലും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. कि कृपा और मसीह के जो ज्ञान में आप बढ़ोतरी प्राप्त ക്രിസ്തു करो. എന്ന തലയോളം സകലത്തിലും വളരാൻ കഴിയണം. कि मसीह जो सिर के समान है उधर तक हमें बढ़ोतरी को प्राप्त करना है. നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന അവസ്ഥയിൽ ഇരിക്കാനല്ല, നമ്മൾ ആത്മീയമായ വളർച്ച സംഭവിക്കുക തന്നെ कि വേണം. जब बोया था उसी अवस्था में नहीं, लेकिन आत्मिक बढ़ोतरी को प्राप्त करना जरूरी है. മനുഷ്യനെ അവന്റെ സ്വഭാവത്തിൽ 3 ഗ്രൂപ്പുകളായിട്ടാണ് പൗലോസ് कि തിരിക്കുന്നത്. मनुष्य के प्रकार को 3 झुंड में जो है पौलुस बताता है. കൊരിന്ത് ലേഖനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. कोरिन्थियों की पत्र में हम पढ़ते हैं. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-17 തോന്നുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അതല്ല അറിയുന്നു. വാക്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ, അതായത് പ്രാകൃതന്മാരോടെന്ന പോലെ അത്ര, ഞാനൊന്ന് എടുത്തോട്ടെ. എന്തോ ഞാനതവിടെ എഴുതിയില്ല, ഒരു നിമിഷം, സോറി. നോ സ്തോത്രം. അത് തന്നെ അത് ഏത് വാക്യമാണ്? 1 കൊരിന്ത്യർ 3:2. താങ്ക് യു. മനുഷ്യനെ 3 രീതിയിൽ അവിടെ തിരിച്ചിട്ടുണ്ട്. कि मनुष्य को 3 भाग में यहाँ पे बताया गया है. ഒന്ന് പ്രാകൃത മനുഷ്യൻ എന്നുള്ളതാണ്. कि पहला जो बाहरिक मनुष्य, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്ന. कि प्राकृतिक मनुष्य जो है परमेश्वर के वचन को അത് नहीं ഏത് स्वीकारता है. വാക്യമാണ്? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 2:14. താങ്ക് യു. നിങ്ങൾ ഒന്ന് 2:14. അമേൻ. ഹലോ, മനുഷ്യനെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. कि मनुष्य को 3 झुंड में वहां पे बताते हैं. ഒന്ന് പ്രാകൃതൻ, कि पहला जो बाहरी मनुष्य, 2 ജഡീകൻ, दूसरा शारीरिक मनुष्य, 3 ആത്മീയൻ. तीसरा आत्मिक मनुष्य. ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ച് നമുക്ക് നോക്കാം. कि पहले मनुष्य को जरा हम देखें. പ്രാകൃതൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിന്ത എന്താ? कि अगर प्राकृतिक मनुष्य अगर कहे तो हमारे मन में क्या सोच आता है? മുടിയൊക്കെ വളർത്തി, कि उसे बाल जो लंबे रखे, കുളിക്കാതെ, कि बिना नहाए, 3-4 ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട്, कि कोई भी वस्त्र पहन के, തണുപ്പ് മാറാനല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. कि ठंडी बदलने के लिए, लेकिन ऐसी अवस्था है ഹലോ, ഇങ്ങനെ വികൃതനായി നടക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. कि ऐसे विकृत रूप से चलने वाले एक मनुष्य को जो हम हमारे मन में सोचते हैं, അത് നമ്മുടെ മലയാളത്തിലെ പ്രയാസമാണ്. हमारे मलयालम में जो है वो तकलीफ वो है പ്രാകൃത മനുഷ്യൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. कि प्राकृतिक मनुष्य को जो है ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ ആർക്കെങ്കിലും ഒരാൾക്ക്? നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. शारीरिक मनुष्य, അപ്പൊ ഒന്നാമത്തെ മനുഷ്യൻ वो पहला मनुष्य. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ വികൃതനായ മനുഷ്യൻ എന്നല്ല, നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. विकृत कोई मनुष्य नहीं, लेकिन जो शारीरिक जो है एक नेचुरल मैन है, സാധാരണ മനുഷ്യൻ. एक साधारण मनुष्य. രക്ഷിക്കപ്പെട്ടവനല്ല, उसने उद्धार को प्राप्त नहीं किया, സാധാരണ മനുഷ്യൻ. एक साधारण सा मनुष्य. ഹലോ, ഞാൻ ഇനിയുള്ള ഈ ഒരു 10 മിനിറ്റ് നേരം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പറയാൻ कि 10 मिनट जो है मैं बड़े गौरव रखने वाली बात को मैं बताऊंगा. മനുഷ്യനെ 3 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. कि मनुष्य को 3 झुंड में बताया गया ഒന്ന് है. പ്രാകൃതൻ, पहला जो साधारण मनुष्य, നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. एक साधारण मनुष्य. ആമേൻ. हालेलुया. അവൻ രക്ഷാനുഭവമൊന്നുമില്ല, उसने कोई उद्धार प्राप्त नहीं അവൻ किया, പള്ളിയിലും ഒന്നും പോകത്തില്ല, वो कोई कलीसिया में नहीं പക്ഷെ जाता, വളരെ ജെന്റിലായിരിക്കും, लेकिन बड़ा साधारण सा व्यक्ति है, മാന്യനായ മനുഷ്യനായിരിക്കും. कि मान्य आदरणीय व्यक्ति അവന്റെ है, എല്ലാ ഡീലിങ്ങുകളും വളരെ മാന്യമായിരിക്കും. कि उसके सारे कामकाज में जो सीधा है, നാച്ചുറൽ മാൻ. कि वो एक साधारण सा व्यक्ति है. രണ്ടാമത്തെ മനുഷ്യൻ दूसरा व्यक्ति ജഡികനാണ്. शारीरिक मनुष्य, ജഡികൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത कि शारीरिक सोच अब मनुष्य के बारे में अगर हम सोचे तो വളരെ മോശമായിട്ട് നടക്കുന്നവൻ. कि बड़े खराब तरीके से चलने वाला അങ്ങനെയല്ല, वैसा व्यक्ति, കാർഡിനൽ മാൻ എന്നാണ് പദം. कि जो शारीरिक मनुष्य, ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ कि शारीरिक मनुष्य कहे അവൻ
നാച്ചുറൽ മാനുമല്ല സ്പിരിച്വൽ മാനുമല്ല. वो साधारण भी नहीं है और आत्मिक मनुष्य भी नहीं है. മനസ്സിലാകുന്നുണ്ടോ? आप जरा सोचिए, അവൻ സ്വാഭാവിക മനുഷ്യനല്ല, वो साधारण भी नहीं है ആത്മീയനുമല്ല. और आत्मिक भी नहीं है. അവൻ എപ്പോഴും ഇങ്ങനെ രണ്ടിന്റെ പുറത്ത് നിൽക്കും. वो हमेशा जो है इधर उधर डोलते रहता है കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. कि हाथ വേണേ അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം. या जो नारियल के सामान है इधर भी गिरता है. അപ്പൊ അവന് എല്ലാ കാര്യത്തിനകത്ത് ഒന്നിനും അവനൊരു അഭിപ്രായമൊന്നുമില്ല. कि उसको कोई भी बात में उसका कोई सोच या विचार नहीं അവൻ है. ജഡികനാണ്. वो शारीरिक है. പ്രൈസ് ദി ലോർഡ്, हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया. എന്തെങ്കിലും ഒരു വിമർശിക്കാൻ അവസരം കിട്ടിയാൽ അപ്പോഴവൻ ചാടി വീഴും. कि यहाँ पे कोई ताड़ना देने की बात अगर होती है तो वहां तुरंत तो तैयार हो जाता है. സഭയിൽ പറഞ്ഞെന്നിരിക്കട്ടെ, अगर कलीसिया में कुछ बात करें, ഞാൻ ഇനി പറയുന്നത് നിങ്ങളെ ആരും ഉദ്ദേശിച്ചല്ല. अब मैं आपके बारे में कुछ नहीं कहता. ഞാനൊരു ചെറിയ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. एक छोटा सा मैं सीख आपको पढ़ा रहा हूँ. സഭയിൽ പാസ്റ്റർ പറഞ്ഞെന്നിരിക്കട്ടെ, कि पासवान ने शायद कहा होगा നമുക്കൊരു കൺവെൻഷൻ कि നടത്തണം. हम एक महासभा चलाएंगे. ഉടനെ ഇവൻ ചാടി എഴുന്നേക്കും. कि तुरंत ही वो खड़ा हो जाएगा. എന്തിനാ പാസ്റ്റർ ഇപ്പൊ കൺവെൻഷൻ നടത്തുന്നേ? पासवान अब क्यों महासभा की जरूरत है? എത്ര ലക്ഷം രൂപ വേണമെന്നറിയാമോ പാസ്റ്റർ? कितने लाखों की जरूरत होगी? ഇവൻ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ये ऐसे जो है बात करते ही അടുത്ത रहेगा. ആഴ്ച നമുക്കൊരു കാത്തിരിപ്പിയോ നടത്താം, ഒരു ദേവാസനയൊക്കെ വിളിച്ച് ഒരു ഉണർവിയോ നടത്തും. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? कि दूसरा हफ्ते जो है एक जो बाट जोड़ने की प्रार्थना को रखेंगे, लेकिन वो कहेगा इसका कोई जरूरत नहीं है. ഇവന്റെ പേരാണ് രക്ഷിക്കപ്പെട്ടവനാണ്, इसने उद्धार प्राप्त किया है, സ്നാനപ്പെട്ടവനാണ്, बपतिस्मा लिया है, സഭയിലെ അംഗമാണ്, कलीसिया का भाग പക്ഷെ है, യാതൊരു ആത്മീയ കാഴ്ചപ്പാടുമില്ല. लेकिन उसके अंदर कोई भी जो है आत्मिक बात ഇവനൊരു नहीं है. ജഡീകനായ ये മനുഷ്യനാണ്. एक शारीरिक मनुष्य, മൂന്നാമത്തെ മനുഷ്യൻ तीसरा मनुष्य ആത്മീയൻ. आत्मिक मनुष्य. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. कि आत्मिक बात सारी बातों को जांचता है. പേരെന്ന് പറയാമോ? उसका नाम कहे, നെയിംസ് ഓഫ് ദ ഗ്രൂപ്പ്സ്. झुंड का नाम. ആ ഓക്കെ, നോക്കാതെ പറഞ്ഞാട്ടെ. നാച്ചുറൽ മാൻ, കാർഡിനൽ മാൻ, സ്പിരിച്വൽ മാൻ. ഓക്കെ, വ്യക്തമല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. एक और बात सारे लोग कहे, പ്രാകൃത മനുഷ്യൻ എന്ന് പറയരുത്. പ്രാകൃത മനുഷ്യന്റെ മലയാളത്തിൽ തെറ്റാണ്. ശരിയായി പറയുന്നത് എന്താണ്? സ്വാഭാവിക മനുഷ്യൻ. സ്വാഭാവിക മനുഷ്യൻ, साधारण ജഡിക മനുഷ്യൻ, शारीरिक ആത്മീയ. once again, സ്വാഭാവിക മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ആത്മീക മനുഷ്യൻ. Praise the Lord. हालेलुया. ഇത് മനസ്സിലാക്കാൻ ये समझने के लिए യേശു ക്രിസ്തു ഒരു കുരുടന് സൗഖ്യം നൽകിയ ഭാഗം ഒന്ന് നോക്കാം. कि यीशु मसीह एक अंधे के जो आंख को चंगा करता है उसके उस भाग को हम देखेंगे. മർക്കോസിന്റെ സുവിശേഷം 8:22 മുതലുള്ള വാക്യങ്ങളാണ്. मरकस रचित सुसमाचार 8:22. ആമേൻ. ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. एक व्यक्ति को यीशु मसीह के पास लेके आते हैं. യേശുവിന്റെ കണ്ണിൽ കുരുടനായിരുന്നു. कि वो अंधा था, वो അവന്റെ കണ്ണിൽ കൈവച്ച് കർത്താവ് പ്രാർത്ഥിച്ചു. उसकी आंख पे हाथ रख के परमेश्वर प्रार्थना करता है. കൈ എടുത്തിട്ട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് फिर ചോദിച്ചു. उसको हाथ हटा के उसको पूछते हैं कि क्या तुझे कुछ दिख रहा है? അവൻ പറഞ്ഞു, മനുഷ്യനൊക്കെ മരങ്ങളെ പോലെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. कि वो कहता है कि मनुष्य जो है वृक्ष के समान चल रहे हैं. ഹലോ, മനസ്സിലായോ? അവൻ മനുഷ്യനെ കാണുന്നത് എങ്ങനെയാണ്? മരങ്ങളെ പോലെയാണ് അവൻ कि കാണുന്നത്. मनुष्य जो है पेड़ के समान उन्हें देखता അവനെ है. യേശു അവന് വേണ്ടി കൈവച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. फिर एक और बार यीशु मसीह उनके ऊपर हाथ रख के वापस प्रार्थना करता ഇപ്പൊ है. അവൻ മിടിച്ചു നോക്കി, സകലവും സ്പഷ്ടമായി കണ്ടു. अब जो देखता है तो बड़ा स्पष्ट रूप से सारी बात को दिखता ഈ है. 3 മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ये 3 मनुष्यों को हम यहाँ पे देख सकते हैं. ഒന്നും കാണാത്ത മനുഷ്യൻ, पहला जो जिसे नहीं दिखता वैसे, കുരുടനായ മനുഷ്യൻ, जो अंधा व्यक्ति, നാച്ചുറൽ മാൻ. जो एक साधारण व्यक्ति. രണ്ടാമത്തത്, दूसरा व्यक्ति ശരിയായ ആത്മീയ കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ലാത്ത മനുഷ്യൻ, जिसको अच्छे रूप से आत्मिक दृष्टिकोण नहीं मिला वैसा व्यक्ति. മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നവൻ. कि मनुष्य को जो पेड़ के समान वो देखता है. മൂന്നാമത്തെ മനുഷ്യൻ, तीसरा व्यक्ति, സകലവും സ്പഷ്ടമായി കാണുന്നവൻ. ये सारी बातों को बड़े स्पष्टता से ആത്മീകനോ देखता है. സകലത്തെയും വിവേചിക്കുകയാണ്. कि आत्मिक जो है सारी बातों को जांचता है. ഏത് കാര്യത്തെയും ആത്മീക തലത്തിൽ കാണാൻ കഴിയണം. कि कोई भी बात को आत्मिक स्वरूप से हमें उन्हें देखना है. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया. സഭയുടെ കാര്യങ്ങളെ നമുക്ക് ആത്മീകമായി കാണാൻ कि കഴിയണം. कलीसिया की सारी बातों को हमें आत्मिक दृष्टि से देखना है. കുടുംബങ്ങളെ നമുക്ക് ആത്മീകമായി കാണാൻ जो കഴിയണം. परिवार को भी आत्मिक दृष्टि से हमें देखना है. ആത്മീയമായി നമുക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയണം. कि आत्मिक बातों से सारी बातों को हमें मोल लगाना है. ശിശു എന്ന വാക്കിന്റെ 3 അർത്ഥമാണ് നാം ചിന്തിച്ചത്. ये शिशु जो बात के 3 अर्थ को हमने കരങ്ങളെ समझा. ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. हाथ उठा के परमेश्वर को धन्यवाद कहें. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാവരങ്ങൾ നിത്യം പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ കൈയടിച്ച് പാടിയാട്ടെ. ആത്മാവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കും
അങ്ങേ महत्वतीना കൃപയിലും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. कि कृपा और परमेश्वर के ज्ञान में बढ़ना है. ഒരു ശിശുവിന് മാത്രമേ വളർച്ച ഉണ്ടാവൂ. एक शिशु जो है उसी को बढ़ोतरी प्राप्त कर सकता है. ബൈബിളിൽ 4 ശിശുക്കളുടെ കാര്യം പറയുമ്പോൾ ശിശു വളർന്നു എന്നെടുത്ത് എഴുതിയിട്ടുണ്ട്. कि परमेश्वर के वचन में 3 बालकों के बारे में बताते हैं कि वो बढ़ा ഇനിയുള്ള സമയത്ത് നാം ആ വളർന്നു എന്ന് പറയുന്ന 4 ശിശുക്കളെ കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. कि बढ़ने वाले 4 बालकों के बारे में हम मनन करने वाले हैं. വളർന്നു എന്ന് തിരുവെഴുത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ശിശു ശിംശോനാണ്. कि जो बढ़ोतरी प्राप्त किया वैसे शिशु के बारे में जो है वो पहला शिमशोन है. ശിംശോന്റെ ജീവിതത്തിലെ 3 തുടക്കങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നു. कि शिमशोन की जीवन के 3 शुरुआत को परमेश्वर का वचन सिखाता है. മനോഹ എന്ന ആ വ്യക്തിക്ക് ദൈവം വാഗ്ദത്തമായി നൽകിയ സന്തതിയാണ് ശിംശോൻ. कि मनोहर हिरा करके जो है परमेश्वर ने वायदे के समान जो संतान दिया था वो था शिमशोन. അവന്റെ ജീവിതത്തിലെ 3 തുടക്കങ്ങൾ. कि उसकी जीवन के 3 शुरुआत. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവിനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി എന്നാണ് कि വായിക്കുന്നത്. परमेश्वर की आत्मा ने उसको तैयार किया ऐसा हम पढ़ते हैं. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 24-25 വാക്യം. न्यायों की किताब 13वां अध्याय. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. ആ അവന് ശിംശോൻ എന്ന് പേരിട്ടു. ആ ബാലൻ വളർന്നു. ആ യഹോവ അവനെ അനുഗ്രഹിച്ചു. ആ സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹദേനിൽ വെച്ച് യഹോവയുടെ ആത്മാവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. और यहोवा का आत्मा सोरा और एशातान के बीच महनेदान में उसकी उभारने लगा. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 വർഷത്തിന് മുമ്പാണ് ഞാൻ ബോംബെയിൽ ഒരു സ്വതന്ത്ര സഭയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. कि मैं शायद मेरी याददाश्त सही है तो 15-20 साल पहले मैं बॉम्बे में कन्वेंशन में जो है प्रचार करने के लिए गया. അവിടെ ചെന്നപ്പോൾ സഭയുടെ പേര് മഹനേദാൻ പെന്തക്കോസ്ത് സഭ എന്നാണ്. कि वहाँ का जो कलीसिया का नाम था वो महनेदान पेंतिकोस कलीसिया. ഹലോ, ഞാൻ ചോദിച്ചു ഇതെന്നാ ഇത് ഈ പേര് ഇങ്ങനെ കൊടുത്തേക്കുന്നത്? कि मैंने पूछा पासवान ये कलीसिया का नाम क्यों ऐसे दिया. വർഗീസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററായിരുന്നു, അദ്ദേഹം മരിച്ചുപോയെന്ന് എൻ്റെ ഓർമ്മ. कि वहाँ पे वर्गीस करके एक पासवान थे उन्होंने അപ്പൊ അദ്ദേഹം പറഞ്ഞത് മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. कि वो फिर उन्होंने जवाब दिया कि मैदान में जो है परमेश्वर की आत्मा ने मुझे सिखाया. അന്നാണ് ഇങ്ങനൊരു പദം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയത്. कि वहाँ पे जो है तब मैंने परमेश्वर के वचन में उस बात को मैंने समझा. ശിംശോന്റെ 3 തുടക്കങ്ങൾ. कि शिमशोन की 3 शुरुआत. ആത്മാവ് അവനെ ഉദ്ദീപിപ്പിച്ചു कि തുടങ്ങി. आत्मा उस हिसाब से प्रेरणा देते रही. തുടങ്ങിയത് തീർന്നില്ല, പിന്നെയും അത് തുടർന്നുകൊണ്ടേയിരുന്നു. कि फिर जो है वो और बढ़ते ही जा रहा है. തുടർന്നുകൊണ്ടേയിരുന്നു. वो ऐसे बढ़ते ही जा रहा है. നമ്മളിൽ ആരംഭിക്കുന്ന ആത്മപ്രവർത്തനം ഒരു കാലം കൊണ്ട് നിശ്ചലമാവേണ്ടതല്ല, അത് എല്ലാ കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. हमारे अंदर जो आत्मा दिया है कभी भी जो है उसको समाप्त नहीं होना है. हर दिन उसे बढ़ोतरी को प्राप्त करके आगे ही बढ़ना है. ശിംശോന്റെ ജീവിതത്തിൽ 7 പ്രാവശ്യം ആത്മാവിന്റെ ഉദ്ദീപനങ്ങൾ തുടർന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. आज शिमशोन के जीवन में 7 बार जो है परमेश्वर की आत्मा ने उसको और सामर्थ्य देते हुए आगे बढ़ा. ആ 7 വേദഭാഗങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വിടാം. ये 7 भाग में ही बता के जाऊंगा. ന്യായാധിപന്മാരുടെ പുസ്തകം न्यायों की किताब. ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ 13-24-25 വാക്യങ്ങളായിരുന്നു. कि पहला जो है 13 में अध्याय का 24 और 25 वचन था. 2:14-6 कि 14 का 6 वचन. അവൻ മുന്തിരിത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ जब वो दाखलता से जब चल रहा था ഒരു ബാലസിംഹം അവന്റെ നേരെ ചാടി വീണു. एक जो बाल सिंह जो है उसके सामने कूद के आया. അവൻ കയ്യിലൊന്നുമില്ലാതിരിക്കെ उसके हाथ पे कुछ नहीं था इसीलिए അവൻ അതിനെ കീറിക്കളഞ്ഞു. उसको फाड़ दिया. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. कि वचन में समान पढ़ते അപ്പോൾ हैं. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. तब परमेश्वर की आत्मा उसके ऊपर उतर आई. മൂന്നാമത്തെ സംഭവം तीसरी 14-19 14-19वां वचन. ആമേൻ. അവന് ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഒരു കടങ്കഥ ചോദിക്കുകയാണ്. कि जो एक ब्याह के घर में जो है कुछ बातों को पूछता है. ആ കടം ആമേ പറഞ്ഞാൽ നിങ്ങൾക്ക് വസ്ത്രം തരാമെന്ന് താൻ അവരുമായി ഉടമ്പടി ചെയ്തു. कि वो इस हिसाब से वाचा बांधता है कि अगर तू ये बताएगा तो मैं सारी बात जो है तुम्हें दे दूंगा. ആമേൻ. അവർ അതിന്റെ ഉത്തരം പറഞ്ഞു. वो उसका उत्तर देता है. തിരുവെഴുത്തിൽ വായിക്കുകയാണ്. परमेश्वर का वचन पढ़ता അപ്പോൾ है. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. तब परमेश्वर की आत्मा उसके ऊपर उतरी. അവൻ 30 പേരെ കൊന്ന് അവരുടെ വസ്ത്രം ഊരി അവർക്ക് वो കൊടുത്തു. 30 लोग को मार के उनके जो वस्त्र फाड़ के उन्हें देता है. നാലാമത്തത് 15:45 15 के 15:14 തോന്നുന്നു അല്ലേ? 14 145 എന്നല്ല 14 എന്നാണ്. 14:15 വായിച്ചാട്ടെ. 15 के 14. അവൻ ലേഹിയിലെത്തിയപ്പോൾ ആ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. ആ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് ആ അവന്റെ കൈ കെട്ടിയിരുന്ന കയർ ആ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. ഇനി ഈ നൂലിന്റെ ഏതാണ്ട് 4 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. कि वहाँ पे 3 बात को वहाँ पे बताते हैं. ശ്രദ്ധിച്ചേക്കണം. നൂല്, കയറ് മുതലായ 4 പദങ്ങൾ അവിടെ വരികയാണ്. कि 3 रस्सियों और ऐसे उस हिसाब से 3 बातों को वहाँ पे बताते അതിന്റെ ആദ്യ ഭാഗമാണിത്. हैं. उसके पहले भाग को ഉറങ്ങുന്നവരെല്ലാം കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. कि जो सो रहे हालेलुया कहे.
Praise the Lord. हालेलुया। അല്ലേ? ആരും ഉറങ്ങുന്നില്ല. താങ്ക് യു. അവിടെ ശിംശോനോട് ആളുകൾ വന്ന് ചോദിച്ചു, എടാ നിന്റെ ഈ ശക്തി എന്തിനാ തോടെ ഇരിക്കുന്നത്? कि जो है सिमशोन से लोगों ने पूछा कि तेरी सामर्थ किसके अंदर है, ഞങ്ങൾ നിന്നെ ഫെലിസ്ത്യന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കട്ടെ. कि मैं तुम्हें फिलिस्तियों के हाथ में भेज देता അവൻ हूँ, പറഞ്ഞ് ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്യും, എന്നെ കൊല്ലത്തില്ലെന്ന് നിങ്ങൾ ഉറപ്പ് തരണം. कि वो बताए कि तुम उनको समर्पित करो लेकिन वो मुझे मार न डाले। അവര് പറഞ്ഞു ഇല്ല കൊല്ലത്തില്ല, പിടിച്ചു കെട്ടി കൊടുക്കത്തേ ഉള്ളത്. वो कहते हैं कि तुझे मार नहीं डालेंगे, तुमको അങ്ങനെ सिर्फ ഒരു रस्सियों പുതിയ से बांध കയറ് കൊണ്ട് देंगे। കെട്ടി അവനെ അങ്ങോട്ട് കൊടുത്തു. ऐसे नई रस्सियों से बांध के उनको दे देते हैं, അവിടെയാണ് ആ വചനം. कि वहां पे वचन है യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. परमेश्वर की आत्मा उसके ऊपर उतरी, ആ കയർ അവൻ കരിഞ്ഞ് ചണനൂല് പോലെ അതിനെ പൊട്ടിച്ചു കളയും. कि रस्सियों को जले हुए के समान जो है उससे सारा तोड़ के फेंक दिया। അഞ്ചാമത്തെ സംഭവം, 5 बात, ദലീലി അവനെ വല്ലാതെ വശീകരിക്കുക. कि दिलिया जो है उसको वशीकरण कर നിന്റെ दिया, മഹാശക്തി ഏതിലെന്ന് നീ എനിക്ക് ഇതുവരെ പറഞ്ഞു कि തന്നിട്ടില്ല. तेरी सामर्थ क्या है तूने आज तक मुझे बताया അവൻ नहीं। പറഞ്ഞു वो कहती है ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത अब तक जो नहीं उपयोग किया वैसे, 7 ഉണങ്ങാത്ത ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ശക്തി വിട്ടുപോകുമെന്ന് പറഞ്ഞു. कि उसको जो है जो अभी तक सूखा ही नहीं वैसे रस्सी से अगर बांध देंगे तो मेरा जो सामर्थ चले जाएगा। അങ്ങനെ ഉണങ്ങാത്ത 7 വള്ളി കൊണ്ട് അവനെ ബന്ധിക്കുകയുണ്ടായി. ऐसे सूखे नहीं सूखे वैसे 7 रस्सियों के साथ उसे बांधा, തിരുവെഴുത്ത് പറഞ്ഞു അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, कि परमेश्वर का वचन कहता है तब परमेश्वर की सामर्थ അവൻ उसके അതിനെ ऊपर उतर आई പൊട്ടിച്ചു കളഞ്ഞു. और वो उसे तोड़ डालता है। ആറാമത്തെ സംഭവം, छठा ദലീല പിന്നെയും അവനെ फिर അസഹ്യപ്പെടുത്തി. वहां भी जो है दलीला उसे कहती है ആമേൻ, നിന്റെ മഹാശക്തി ഏതിലെന്ന് നീ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. कि तेरी सामर्थ क्या है तूने आज तक मुझे बताया അവൻ नहीं പറഞ്ഞു है। ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നേരത്തെ കാട്ടുവള്ളിയായിരുന്നു, അത് ഞാനെന്ന് പറയുന്നത് കാട്ടുവള്ളിയാണ്, ഇവിടെ കയറാണ്. ഒരു പുതിയ വടം കൊണ്ടുവന്ന് എന്നെ കെട്ടിയാൽ എന്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. कि वो कहता है कि नई रस्सी से अगर बांधते हैं तो जो है मेरी सामर्थ सब चली जाएगी, അങ്ങനെ അവർ കെട്ടി. कि ऐसे वो बांध देते हैं। പക്ഷേ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, लेकिन फिर उसके ऊपर परमेश्वर की सामर्थ उतर आई അവൻ അതിനെ പൊട്ടിച്ചു കളയുക. और वो उसको वापस तोड़ देता है। ഏഴാമത്തെ സന്ദർഭം, 7वां संदर्भ, ആമേൻ, അവന്റെ അവസാനം നിക്കക്കണ്ണി ഇല്ലാതെ അവന്റെ ആത്മീക രഹസ്യവും തുറന്നു പറഞ്ഞു. फिर अंतिम में जो है आत्मिक रहस्य को बता देता है, തലയെ മുറുകെ പിടിക്കാൻ അവന് കഴിയാതെ പോയി. कि जो सिर को जो है नहीं खड़े रह सकता है वैसा। കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, തലയെ മുറുകെ പിടിക്കാത്ത ഒരുവന് നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. कि जो കൊലോസ്യ के पत्र में पढ़ता है जो अपने सिर को खड़े नहीं सिर नहीं रह सकता उसको तुम नहीं നമ്മുടെ തല संभालना। കർത്താവായ യേശു ക്രിസ്തുവാണ്. हमारा जो सिर है हमारा परमेश्वर यीशु അവൻ പറഞ്ഞു मसीह എന്റെ है। തലയിൽ 7 ജടയുണ്ട്, അത് മുറിച്ചു കളഞ്ഞാൽ എന്റെ ശക്തി ക്ഷയിച്ചു പോകും. क्यों कहता है कि मैं सिर के अगर बाल अगर काट दे तो मेरी सामर्थ्य सारी नष्ट हो जाएगी। ഞാൻ ബാല്യം മുതൽ യഹോവയ്ക്ക് നാസിർ വ്രതസ്ഥനാണ്. मैं बचपन से जो है परमेश्वर के लिए समर्पित था, നാസിർ വ്രതം പല നിലകളിൽ അനുഷ്ഠിച്ചു मैं പോന്നു. अलग अलग तरीकों से मेरा समर्पण हुआ था। ചിലർ 4 മാസത്തേക്ക് നാസിർ വ്രതം कि എടുക്കും, कुछ लोग जो है 4 महीने में समर्पण, ചിലർ 1 വർഷം നാസിർ വ്രതം എടുക്കും, कुछ लोग जो है 1 साल तक ऐसा करते हैं, ചിലർ ജീവപര്യന്തം നാസിർ വ്രതം कुछ എടുക്കും. जीवन भर जो है ऐसा करते हैं। നമുക്കറിയാം പൗലോസ് പോയി ക്ഷൗരം ചെയ്യുന്ന ഒരു സന്ദർഭമില്ലേ, कि हम जानते हैं कि पौलुस जो है वहां पे जाके അത് अपने 1 बाल വർഷത്തേക്കുള്ള നാസിർ വ്രതമായിരുന്നു. वो एक साल के लिए जो उन्होंने बात ജീവപര്യന്തം നാസിർ വ്രതസ്ഥരായിരിക്കുന്നവരുണ്ട്. कि जीवन भर जो है ऐसे रहने वाले व्यक्ति അവരുടെ തലയിൽ ക്ഷൗരക്കത്തി തൊടാൻ പാടില്ല, कि उनके सिर पे कोई भी जो है വീഞ്ഞോ മദ്യമോ കുടിക്കാൻ പാടില്ല. तो उनको कोई भी दाखरस नहीं അവൻ पीना പറഞ്ഞു, है। എന്റെ തലയിലെ ജടയിൽ ക്ഷൗരക്കത്തി വെച്ചാൽ എന്റെ ശക്തി कि मेरे നഷ്ടപ്പെടും. सिर पे कोई भी अगर ब्लेड लग दे तो मेरे सामर्थ्य नष्ट हो जाएगी। ആമേൻ. അവൾ ക്ഷൗരക്കാരനെ വരുത്തി ഈ തലയിലെ ജട മുറിച്ചു കളഞ്ഞു. फिर वहां पे नाई को बुला के जो उसके सारे बाल को काट डालते हैं। പക്ഷെ അപ്രാവശ്യം അവൻ തടകുടഞ്ഞ് എഴുന്നേറ്റെങ്കിലും അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. फिर वो वापस से उठा लेकिन फिर वो बच नहीं पाया। യഹോവയുടെ ആത്മാവിനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. यहोवा की आत्मा ने उसे छोड़ दिया। ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ ആ ആത്മാവിനെ രക്ഷിച്ചുകൊണ്ടിരുന്നു. कि जीवन में जब परेशानी आए तो परमेश्वर की आत्मा ने उसे बचाते आया। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒതുക്കം എന്ന പദം, दूसरा ഒതുക്കി തുടങ്ങി എന്ന തുടങ്ങി എന്ന രണ്ടാമത്തെ പദം कि दूसरे पद में जो उसकी शुरुआत हो गया, ഒതുക്കി തുടങ്ങി എന്ന പദമാണ്. कि उसको गिराहट या नमी में लेके आए। എല്ലാവരും വേദഭാഗം തുറന്നാട്ട്, സ്തോത്രം, 16-ാം അധ്യായം 19-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ 16-10. അവൾ അവനെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെന്താ, യഹോവയുടെ ആത്മാവിനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. 16-ാം അധ്യായത്തിലാണ് രണ്ടാമത്തെ തുടങ്ങി എന്ന പദം വായിക്കുന്നത്. 16वें अध्याय में दूसरी बार जो शुरुआत हो उसके बारे में पढ़ते അവിടെ നിന്ന് 1-2 ചിന്തകൾ ഞാൻ പറയാൻ हैं। ആഗ്രഹിക്കുന്നു. वहां पे एक दो सोच में आपको बताना चाहता അവൾ അവനെ ഒതുക്കി തുടങ്ങി, हूं कि वहां पे उसको दबाने लगी അവൾ അവനെ ഒതുക്കി തുടങ്ങി. और वो उसको दबाने लगी। ആളുകൾ വന്ന് അവളെ വശീകരിച്ചു. वो पहले आके उसको वशीकरण कर दी പണത്തിന്റെ പ്രലോഭനത്തിൽ അവൾ വീണു. कि धन के जो संदर्भ में वो गिर जाता है, അവളുടെ അഭിനയ സ്നേഹത്തിൽ ശിംശോൻ വീണു. कि उसके अभिनय में जो है सिमशोन गिर जाता है। പണത്തിന്റെ പ്രലോഭനം നോക്ക. कि जो धन का जो लालच है, 16-ാം അധ്യായത്തിൽ 16 के अध्याय में 1-ാം വാക്യം, पहले वचन में, ആ
ആ ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് ഗസ്സർക്ക് അറിവ് കിട്ടി. ആ അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. 4-ാം വാക്യം. चौथा वचन। അതിനുശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ആ 6-ാം വാക്യം. 6-ാം വാക്യം. छठा वचन। അങ്ങനെ ദലീല ശിംശോനോട്, ആ നിന്റെ മഹാശക്തി ഏതിലാവുന്നു? ആ ഏതിനാൽ നിന്നെ വെട്ടിച്ചോർക്കാം? ആ എനിക്ക് വരത്തരയണമേ എന്ന് പറഞ്ഞു. ആ ഒതുക്കാം. അവളുടെ ലക്ഷ്യം എന്താ? നിന്നെ ഏതിനാൽ ഒതുക്കാം. 5-ാം വാക്യം. तो उसका लक्ष्य क्या था? उसको कैसे बांध कर उसको दबा रखे। ഫിലിസ്ത്യ പ്രഭുക്കന്മാർ അവരുടെ അടുക്കൽ വന്ന് അവളോട്, ആ നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിലെന്നും ആ ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് ഒതുക്കേണ്ടതിന്. ഹലോ, ഒതുക്കുക എന്ന പദം അവിടെ 3 പ്രാവശ്യം यहाँ വായിക്കാം. पे दबा कर रखने को इस पद को 3 बार वहां पे बताया है। ദലീലയുടെ ചോദ്യം, നിന്നെ ഏതിനാൽ ഒതുക്കാം? कि दलीला का प्रश्न कैसे तुझे दबा सकते हैं? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ലക്ഷ്യം, कि फिलिस्ती लोग के सरदार का जो നിന്നെ विषय है, ഏതിനാൽ ഒതുക്കാം? कि तुझे कैसे दबा सकते हैं। ശത്രുക്കൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. कि शत्रु का सिर्फ एक ही लक्ष्य है। ഹലോ, ശത്രുക്കൾ ഒത്തിരി कि പേരുണ്ടായിരിക്കും. शत्रु बहुत सारे हो പക്ഷെ सकते हैं, പ്രശ്നം വരുമ്പോൾ അവരൊന്നായി തീരും. लेकिन जब प्रश्न होता है तब वो सब एक हो जाते हैं। അവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. उनको केवल सिर्फ एक ही लक्ष्य है, നിന്നെ ഏതിനാൽ ഒതുക്കാം? तुझे कैसे दबा सकते हैं। മനസ്സിലാവുന്നുണ്ടോ? हालेलुया। നിന്നെ ഏതിനാൽ ഒതുക്കാം? तुझे कैसे दबा सकते हैं। അവർ അവൾക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. कि वहां पे उसको एक offer ഞങ്ങളിൽ देती है ഓരോരുത്തർ നിനക്ക് 1100 വെള്ളിപ്പണം വീതം തരാം. कि हम जो है एक लोग जो है 1500 जो है सिक्के देंगे। മത്തായി സുവിശേഷം 20-ാം അധ്യായത്തില്, मत्ती रचित सुसमाचार 20 के ഞാൻ अध्याय में നിന്നോട് ഒരു ദിവസത്തേക്ക് 1 വെള്ളിപ്പണം പറഞ്ഞോ തല്ലയോ എനിക്ക് വിളിച്ചതെന്നാണ്. कि अगर तू एक दिन का भी अगर वेतन मुझे लेके देते तो, യേശുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശിനാണ്. कि यीशु मसीह को जो देते हो 30 सिक्के पे वो बता के देते हैं യേശുവിന്റെ കാൽക്കൽ ഒഴിച്ച തൈലത്തിന്റെ വില 300 വെള്ളിക്കാശ് എന്നാണ്. कि यीशु मसीह के जो पांव पे जो तेल को जो लगाया था उसको 300 सिक्के उसके मोल അങ്ങനെങ്കിൽ थे। 1100 വെള്ളിപ്പണത്തിന്റെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. ऐसा आप जरा सोच के देखे 1500 जो सिक्के का मूल कितना होगा। അത് ഒരാളല്ല, वो सिर्फ एक व्यक्ति नहीं, ഞങ്ങളിൽ ഓരോരുത്തർ നിനക്ക് 1100 വെള്ളിപ്പണം വീതം തരാം. हमें से एक एक व्यक्ति जो है 1500 सिक्के जो है एक एक लोग तुझे देंगे। ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോ आप जरा गिन के उन्होंने गिना था കോടിക്കണക്കിന് രൂപ जो करोड़ों ഈ रुपए പണത്തിന്റെ പ്രലോഭനത്തിൽ അവൾ വീണു. के धन के लालच में वो गिर जाती है, അവളുടെ അഭിനയ സ്നേഹത്തിൽ അവൻ വീണു. कि उसके अभिनय के प्रेम में वो गिर जाता है। ശത്രുക്കൾ പലരാണ്, कि शत्रु अलग अलग है, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. लेकिन सबका लक्ष्य एक ही है। നിന്നെ ഏതിനാൽ ഒതുക്കാം? तुझे कैसे उसे दबा सकते हैं। സഹോദരന്മാരെ സഹോദരിമാരെ, के प्रिय भाई പിശാചിനും ലോകത്തിനുമൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിന്നെ ഏതിനാൽ ഒതുക്കാം? कि प्रिय भाई बहन, जो शैतान और जो इसका सब एक ही लक्ष्य यही है कि तुम्हें किस हिसाब से दबा सकते हैं। ആമേൻ. हालेलुया। അവൾ അവനെ മടിയിൽ ഒതുക്കി തുടങ്ങി. कि उसके जो उसको गोद में रख के उसको फिर वो दबाने ഒരു लगी। ക്ഷൗരക്കാരനെ വിളിച്ച് അവന്റെ തലയിലെ ജടമുറിപ്പിച്ചു. कि एक नाई को बुला के उसके सारे बाल कटवा दिए। അവൻ പഴയതുപോലെ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ वो നോക്കിയെങ്കിലും पहले के सामान जब वो खड़ा रहने की जब कोशिश करता है तब ശക്തി അവനെ വിട്ടുപോയിരുന്നു. जब सारी सामर्थ उसको छोड़ गई, ശക്തി ഇല്ലാതെ കുടഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം, उस सामर्थ के बिना जो है खड़े रहने वाला एक समूह, ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു സമൂഹം. ये भक्ति का वेश रखने वाला एक झुंड। ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ഭക്തിയുടെ വേഷം ധരിച്ച് വെറുതെ കുടഞ്ഞുകൊണ്ട് നടക്കുന്നവരായിട്ടല്ല, ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, ആത്മീയമായി വളരുവാൻ ദൈവം നമ്മെ ये भक्ति സഹായിക്കുമാറാകട്ടെ. का वेश पहन के बैठने नहीं, लेकिन परमेश्वर की सामर्थ को प्राप्त करके जो मसीह जो सिर के समान है वहां तक बढ़ने के लिए ഒതുക്കി എന്ന परमेश्वर सहायता करे। ഒതുക്കി എന്ന പദം ശിംശോനോടുള്ള ബന്ധത്തിൽ മൂന്നാമത് നമ്മൾ വായിക്കുന്നു. कि जो दबा दिया से सिमशोन के संदर्भ में 3 बार हमने पढ़ा, അവന്റെ മുടി വളർന്നു തുടങ്ങി എന്നാണ്. उसके जो बाल वापस फिर घूमने लगे। ന്യായാധിപന്മാർ 16:22 कि 16 के 22 का वचन, വളർന്നു തുടങ്ങി. 3 പദങ്ങളൊന്ന് പറയാമോ? 3 പദങ്ങൾ. 3 ഉദ്ദീപിപ്പിച്ചു തുടങ്ങി, ഒതുക്കി തുടങ്ങി, വളർന്നു തുടങ്ങി. के दबाने लगे और फिर वो और बढ़ने लगे। ഒതുക്കി തുടങ്ങിയപ്പോൾ ये जब बढ़ने लगे ആമേൻ, അവന്റെ ശക്തി നഷ്ടപ്പെട്ടു. तो उसके जो सामर्थ्य जो है नष्ट हो गई। ജഡമുറിച്ചപ്പോൾ അവന്റെ ശക്തി जब നഷ്ടപ്പെട്ടു. बाल कट गए तो उसके सामर्थ्य नष्ट हो गई। അവർ അവനെ പിടിച്ച് ചങ്ങലയിട്ട് ബന്ധിച്ചു. उसको जो जंजीर डाल के उसको बांध दिया, അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു. उसकी आंख को फोड़ दिए। ആമേൻ. അത്യുന്നതന്റെ ആലോചനയോട് മറുത്തു മത്സരിച്ചത് कि ശേഷം परम प्रधान के जो बात को खिलाफ होने के बाद അവൻ ഇരുട്ടിലും അന്ധതമസിലും ഇരുന്നു. वो अंधकार में कई दिनों तक रहा। ഇരുമ്പ് ചങ്ങലയാലും കഷ്ടതയാലും ബന്ധിക്കപ്പെട്ടു. कि लोहे के जंजीरों में वो बड़ा बंधा हुआ था। അങ്ങനെ അവനെ ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. वैसे दागोन के क्षेत्र में उसको लेके गए। അവിടെ ആ വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ മാവ് പൊടിക്കുന്ന ജോലിയാണ് അവൻ്റെത്. कि वहां पे जो खाना जो आते हैं उन सबको जो है खाना पर तो पीसने का उसका काम दिया था। ഇവന് വേണമെങ്കിൽ ഈ ഗതി വരെ അത് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടിയവന്. कि इसको इसमें से बचने का बहुत सारे जो मौके मिले थे। പണ്ടൊക്കെ കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോ कि पहले जब कन्वेंशन के जब नोटिस को जब അതിന് छापा जाता था താഴെ ഒരു ചെറിയ വാക്യം എഴുതി വെക്കുമായിരുന്നു, NB. कि उसके नीचे छोटा सा एक शब्द लिखा जाता था NB। NB
NB ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണ്. NB NB करके लिखा जाता है അല്ലെങ്കിൽ NB ഇട്ടിട്ട് വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. कि वहां पे जो है NB करके लिखते हैं कि वहां पे गाड़ी रखने की ഞാൻ വേറൊരു व्यवस्था होगी। ഞാൻ വേറൊരു NB പറയാൻ പോവുകയാണ്. कि मैं एक और एक NB बताने जाता हूँ NB എന്ന് പറഞ്ഞാൽ എന്താന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. कि NB का कहने का मतलब है शायद लोगों को समझ नहीं आया ഇച്ചിരി അറിവുള്ള ഒരുത്തൻ പറഞ്ഞു कि छोटा सा जान रखने वाला व्यक्ति ने कहा NB എന്ന് പറഞ്ഞാൽ നോക്കടാ പോഷ എന്നാണ്. कि जो NB उसने कहा कि थोड़ा ध्यान से इसे पढ़ना നോട്ടീസ് ബാലൻസ്ഡ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. कि नोटिस बैलेंस का अर्थ वहां पे ऐसा लिखे नीचे लिखा जाता ഒരുത്തൻ है പറഞ്ഞു നോക്കടാ പോഷ എന്നാണെന്ന്. कि वहां पे उसका अर्थ या कई लोग कहते हैं कि उसको जरा ध्यान से ഞാൻ देख ശിംശോനോടുള്ള ബന്ധത്തിൽ നോക്കടാ പോഷ എന്ന് പറയാൻ വരികയാണ്. कि जो सिमसोन के संदर्भ में कहना चाहता हूँ कि मुर जरा इसे देख അവളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. कि उसके मन के विचारों को समझ नहीं पाया അവളുടെ വീട്ടിൽ പതിയിരിപ്പുകാരിയിരിക്കുന്നവനെ അറിയാൻ കഴിഞ്ഞില്ല. कि उसके घर पे लोग छुपे बैठे हैं वो नहीं समझ पाया അവളുടെ ഉള്ളിലിരിപ്പ് പതിയിരിപ്പുകാരെ തിരിച്ചറിയാൻ कि കഴിയാതിരുന്നപ്പോൾ उसके मन के अंदर की क्या बात है जो वो समझ नहीं पाया था ശിംശോനെ ഇതാ ഫെലിസ്ത്യരെന്ന് ആക്രോശിച്ചപ്പോൾ कि जब सिमसोन जो फिलिस्ती के सामने जब आक्रमण करते हैं ആത്മാവിന്റെ മേൽ വന്നപ്പോൾ ആ കയറുകളെ അവൻ പൊട്ടിച്ച് രക്ഷപ്പെട്ടവനാണ്. जब सामर्थ आया था उसने सारे रस्से को तोड़ के वहां से भागा था ദൈവം അവനെ ഒരു പ്രാവശ്യം രക്ഷിച്ചപ്പോഴെങ്കിലും അവൻ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. कि जब परमेश्वर से एक और बार बचा लेकिन उसको और जो बचाना जरूरी था രണ്ടാം പ്രാവശ്യം രക്ഷിച്ചപ്പോഴെങ്കിലും അവൻ ആ കെണിയിൽ രക്ഷപ്പെടണമായിരുന്നു. कि दूसरी बार भी जब उसने बचाया तब उसको जाल से बचना जरूरी था ഇവൻ ജനിച്ചപ്പോൾ ഇവന്റെ മേലുള്ള മിഷൻ എന്തായിരുന്നു, ദൗത്യം എന്തായിരുന്നു? कि जब इसका जन्म हुआ था तो इसके ऊपर उसका जिम्मेदारी क्या था ഫെലിസ്ത്യരുടെ കയ്യിൽ ഇസ്രായേലിനെ വിടുവിക്കണം. कि फिलिस्तियों के हाथ से जो इस्राएल के लोग को छुड़ाना है പക്ഷെ അവൻ ഇപ്പോൾ ഉറങ്ങുന്നത് എവിടെ? लेकिन ഒരു अब- ഫെലിസ്ത്യ സ്ത്രീയുടെ മടിയിലാണ്. लेकिन अब वो कहाँ सो रहा है एक फिलिस्ती स्त्री के साथ वो सो रहा है നോക്കടാ പോഷ, जरा ध्यान से मूर्ख देख മനസ്സിലായോ? നിനക്ക് രക്ഷപ്പെടാൻ ദൈവം എത്ര എത്ര അവസരങ്ങൾ कि तेरे को उद्धार प्राप्त करने के लिए परमेश्वर ने कितने जगह तुझे बुलाया है ഒടുവിൽ അവന്റെ മുടി മുറിച്ച് അവൻ അമേൻ ഒരു ജഡീകനായി മാറുകയാണ്. कि उसका जो बाल काट के एक साधारण मनुष्य के रूप में बदल गया യാഗോന്റെ ക്ഷേത്രത്തിൽ അവൻ മാവ് പൊടിക്കുകയാണ്. कि दाऊद के क्षेत्र में जो है वहां पे जो गेहूं को पीसता है മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ जो वो पीसता है तब അവൻ അവന്റെ പഴയ കാലത്തെ കുറിച്ച് ചിന്തിച്ചു. उसके पुराने दिन को याद रखता है ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്? कि परमेश्वर ने उसे क्यों बुलाया ദൈവം എന്തിനാണ് എന്നെ कि വേർതിരിച്ചത്? परमेश्वर ने क्यों उजाला किया എന്നാൽ ഇപ്പോൾ ഞാൻ വന്നെത്തിയിരിക്കുന്ന അവസ്ഥ എന്താ? लेकिन अब मैं किस अवस्था में हूँ അവന് കുറ്റബോധമുണ്ടായി, उसको जो बोध हो गया, പശ്ചാത്താപമുണ്ടായി. उसको पश्चाताप അവൻ हो गया ദൈവത്തോട് നിലവിളിക്കാൻ वो തുടങ്ങി, परमेश्वर से पुकारने लगा ദൈവമേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ഓർക്കണമേ, परमेश्वर तो एक और बार मुझे समर करना ഒരു പ്രാവശ്യം കൂടെ എന്നെ ഓർക്കണമേ. तो एक और बार मेरी स्तुति लेना ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. परमेश्वर हमें याद रखने वाला നമ്മുടെ परमेश्वर താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവൻ അവന്റെ ദൈവം എന്നേക്കുമുള്ള. हमारी नम्रता में याद रखने वाला परमेश्वर हमेशा हमारे साथ है യോസഫ് ജയിലിൽ കിടക്കുന്ന വേളയില് यूसुफ जब बंदी गृह में था तब യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പാനപാത്രവാഹന്മാരുടെ പ്രമാണിക്ക് ജോലി തിരിച്ചു കിട്ടി. कि जब यूसुफ ने जब सपना को जो बता के दिया जो कटोरा जो लेके चलता था उसको अपनी नौकरी അവൻ ആ वापस मिली था അവൻ ആ സെല്ലിൽ നിന്ന് പോകുന്ന വേളയിൽ उसको जब तक वो बंदी गृह से जब वापस लौटा था ഓരോ സെല്ലിലും ചെന്ന് യാത്ര ചോദിച്ചിട്ട് പോവുകയാണ്. एक एक जो बंदी गृह से वो यात्रा करके गुजर रहा है था യോസഫിന്റെ അടുക്കലും യാത്ര ചോദിക്കാൻ വന്നു. जब यूसुफ के पास वो यात्रा करने के लिए आया ആമേൻ. ആ സമയത്ത് യോസഫ് അവനോട് ഇങ്ങനെ പറഞ്ഞു, कि उसने उस यूसुफ उससे कहता है നിനക്ക് രാജാവിന്റെ അടുക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണല്ലോ. तू राजा के पास जो है ये दाख का कटोरा देने वाला व्यक्ति है രാജാവ് പ്ലസന്റ് മൂഡിലായിരിക്കുന്ന സന്ദർഭം ഏതാണെന്ന് നിനക്കറിയാൻ कि കഴിയും. तू जानता है कि राजा कब खुशी की अवस्था में है എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. तू मेरे लिए सिर्फ एक उपहार इस्तेमाल करना രാജാവ് നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ जब राजा जब बड़ा खुश होगा तब രാജാവേ നിരപരാധിയായ ഒരുവൻ ജയിലിൽ കിടപ്പുണ്ടെന്ന്, एक हे राजा एक निर्दोष व्यक्ति इस बंदी गृह में है നീ എന്റെ കാര്യം ഒന്ന് പറയണമേ എന്ന് പറഞ്ഞു വിട്ടു. तू मेरे बारे में जरा कह देना ऐसे उसके कह के भेजा അവൻ പോയ തൊട്ട് ആമേൻ യോസഫ് कि കാത്തിരിക്കുകയാണ്. जब से वो गया है तब से यूसुफ उसकी इंतजार कर रहा है അടുത്ത ആഴ്ച ഒരു വിളി വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. कि वो ऐसा आशा रखता है कि अगले हफ्ते एक बुलाव आएगा അടുത്ത മാസം എനിക്കൊരു വിളി വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. कि अगले महीने एक और मेरे लिए बुलाव आएगा सोचता है പക്ഷെ അവൻ കാത്തിരുന്നത് നിരാശപ്പെട്ടു പോയി. लेकिन वो जो इंतजार कर रहा था वो निराशा में हो गया തിരുവെഴുത്തിലെ വചനം ഇങ്ങനെയാണ്, लेकिन परमेश्वर का वचन इस समान कहता है എന്നാൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി लेकिन जो कटोरा लेके जाना जो व्यक्ति था वो യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. यूसुफ को याद रखे बिना वो चल जाता है ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഈ രണ്ട് പദവും കൂടെ പറഞ്ഞത്? कि मैंने सोचा कि क्यों ये दो पद को वहां पे ഓർത്തില്ലെന്ന് बताया പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, कि उसको याद नहीं रखा ऐसा शायद कहता काफी था മറന്നുപോയെന്ന് പറഞ്ഞാൽ वो മതിയായിരുന്നല്ലോ. भूल के ऐसा कहना काफी था ഓർത്തില്ല മറന്നുപോയി എന്ന് രണ്ട് പദം കൂടെ പറഞ്ഞത് कि എന്തിനാ? वो भूल के उसने याद नहीं रखा ऐसे दो पद को वहां पे बताया है ദൈവാത്മാവിനൊരു ദൂത് അവിടെ कि പങ്കുവയ്ക്കാനുണ്ട്. परमेश्वर की आत्मा एक संदेश वहां पे बताता നിന്നെ है ഓർക്കേണ്ടുന്നവർ നിന്നെ ഓർക്കാതെ പോയാൽ, जब तुझे याद रखने वाला तब जो भूल जाए तब നിന്നെ മറന്നുകൂടാത്തവർ നിന്നെ
മറന്നുപോയാൽ जो तुझे भूल नहीं सकते वैसे लोग तुझे भूल जाए तब 17ാമത്തെ വയസ്സിൽ ദർശനം നൽകിയ ദൈവം അവൻ മറവിയില്ലാത്തവനാണ്. कि 17 में आयु में जब उद्धार देना वाला परमेश्वर वो कभी नहीं भूलता. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്. हमारी नम्रता में जो हमें याद रखने वाला परमेश्वर उसकी दया सदा की है. ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, शिमशोन परमेश्वर से प्रार्थना करता है ദൈവമേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ഓർക്കണമേ कि എന്ന്. परमेश्वर एक और बार तू मुझे याद അവിടെയാണ് रखना. വചനം. वहां पे वचन आता है അവന്റെ മുടി വളർന്നു തുടങ്ങി. उसके वापस बाल जो है फिर खिलने लगे. അവനെ നിർത്തിയിരുന്ന ആ ക്ഷേത്രത്തിന്റെ 2 തൂണുകൾ ഒടിച്ചുകൊണ്ട് അവൻ മരിക്കുകയാണ്. कि वो दोनों पिलर जो है जहाँ पे रखा था उसको तोड़ के वो वहां पे मरता है. ഹല്ലേലൂയ. हालेलुया. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് വായിക്കണം. आयुब के किताब में वचन को पढ़े 14ാം അധ്യായത്തിന്റെ 7-8 के വാക്യങ്ങൾ. 14वें अध्याय का 7 और 8 वचन. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. ആ അത് ഇളകുമ്പോൾ വിടാതിരിക്കില്ല. ആ അതിന്റെ വേർ നിലത്തു പഴകിയാലും ആ അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും ആ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ये वृक्ष होता है उसमें एक आशा रहती അത് है. വെട്ടിക്കളഞ്ഞതാണ്, उसको काट डाला है. അതിന്റെ വേരറ്റുപോയതാണ്, उसके सारे जो बाल सूख കുറ്റി गए हैं, ദ്രവിച്ചു പോയതാണ്. उसके सारे जड़ सूख പക്ഷെ गए हैं. വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ लेकिन जब मिट्टी की जब पानी की सूंघ लगती है അതിൽ പുതിയ തളിരുകൾ വരും. कि वो नहीं पनपता है. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ आज നഷ്ടപ്പെട്ടവരായിരിക്കാം. सुबह अगर तुम्हारी आशा अगर नष्ट हो गई है വെട്ടിക്കളഞ്ഞ ഒരു വൃക്ഷം പോലെ നിങ്ങൾ एक ആയിരുന്നിരിക്കാം. काटे वृक्ष के समान अगर होगा तो ദ്രവിച്ചു പോയ സ്ഥിതിയിലായിരിക്കാം. जो गल गए वैसी अवस्था क्यों ना हो. എങ്കിലും യേശുവേ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, लेकिन हे यीशु तुम मुझे याद रखना अगर कहे तो. ക്രൂശിൽ വെച്ച് യേശുവിനോട് ഒരുവൻ പറഞ്ഞില്ലേ എന്നെ ഓർക്കണമേ എന്ന്. एक क्रूस पर एक व्यक्ति ने कहा कि परमेश्वर यीशु मसीह तुम मुझे याद रखना. എത്ര സുനിശ്ചിതത്വമുള്ള ഉത്തരമാണ് ക്രിസ്തു അവന് നൽകിയത്. ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കുമെന്ന്. कितना सुरक्षित उत्तर परमेश्वर ने उसे दिया कि तू आज मेरे साथ आएगा. മനുഷ്യരെല്ലാം മറന്നുപോകും, शायद मनुष्य सारे भूल जाएंगे പക്ഷെ ദൈവം മറക്കുകയില്ല. लेकिन परमेश्वर कभी नहीं भूलेगा. ദൈവം മറക്കുകയില്ല. परमेश्वर कभी नहीं भूलेगा. ദൈവം മറക്കുകയില്ല. परमेश्वर कभी नहीं भूलेगा. മാറിയിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും, മാറിടും ഓ മറന്നിടും സ്നേഹിതർ, മാറ്റമില്ലാത്തവ ഇമ്മാനുവേൽ മഹിം ഇന്നുമെനിക്കായി മാറ്റമില്ല മഹിമയിൽ വാ ഇന്നുമെനിക്കായി കുരിശെടുത്ത് എല്ലാവരും ചേർന്ന് പാടിയാണ്. ഓ കുരിശെടുത്ത് ഹല്ലേലൂയ. हालेलुया. വളർന്നു എന്ന് ബൈബിളിൽ പറയുന്ന 4 ശിശുക്കൾ. कि जो भड़क गए हैं ऐसे परमेश्वर के वचन में 4 बच्चों बालक के बारे में. ഒന്ന് ശിംശോന്റെ കാര്യമായിരുന്നു. पहला सिमशोन के बारे में पढ़ा പൈതൽ വളർന്നു. कि बच्चा बढ़ता गया. രണ്ടാമത്തെ പദം दूसरा पद ശമൂവേൽ ബാലിനെ കുറിച്ചാണ്. शामुएल बालक के बारे में है. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. सुपरिचित वचन है ये. 1 ശമൂവേൽ 2:26. पहला शमूएल 2:26. परंतु शमूएल बालक बढ़ता गया, यहोवा और मनुष्य दोनों उससे प्रसन्न रहते. ശമൂവേൽ ബാലിനോ യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. परंतु शमूएल बालक बढ़ता गया और यहोवा और मनुष्य दोनों उससे प्रसन्न रहते थे. ശമൂവേൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. कि शमूएल जो है परमेश्वर और यहोवा के लिए जो है धर्मी बनता रहा. അവന്റെ അമ്മ ഒരു പ്രാർത്ഥനാ മനുഷ്യയായിരുന്നു. कि उसकी जो माता है बड़ी प्रार्थना करने वाली व्यक्ति थी. അവൾ പ്രാർത്ഥിച്ചു വാങ്ങിച്ചതാണ് ശമൂവേൽ. उन्होंने प्रार्थना करके प्राप्त करने वाला व्यक्ति था ശമൂവേൽ എന്ന शमूएल. വാക്കിന്റെ അർത്ഥം शामुएल का जो नाम का अर्थ അവർ പറയും, ഞാൻ അവനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞേ. ഞാൻ അവനെ ആ ആ ഒന്ന് പറഞ്ഞ മോനെ ഒന്ന് പറഞ്ഞേ. ആ ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, ഞാൻ അവനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന്
പേരിട്ടു. कि मैंने उसे परमेश्वर से पूछ के मांगा था, इसलिए उसको शमूएल करके नाम डाला। ആത്മീയ വളർച്ച എന്നുള്ളതാണ് നമ്മുടെ വിഷയം. कि आत्मिक बढ़ोतरी हमारा विषय है। ആത്മീയ വളർച്ചയിൽ മറ്റൊരു ഘടകമാണ് പ്രാർത്ഥനാ ജീവിതം. आत्मिक बढ़ोतरी में सबसे बड़ा विषय है कि प्रार्थना का। ശിംശോനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത് വിശുദ്ധി എന്ന कि വിഷയത്തിലായിരുന്നു. सिमशोन के ऊपर जो हमने सोचा वो पवित्रता में था, വിശുദ്ധിയിൽ വളരുക वो എന്നുള്ളത്. पवित्रता में बढ़ रहा था। ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുക എന്നുള്ളത്. यहाँ पे हम जो सम्मानन कर रहे हैं वो प्रार्थना जीवन में बढ़ने के लिए कर रहे ശമൂവേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. हैं। कि शामिल प्रार्थना करने वाला व्यक्ति അവന്റെ था। ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. कि जब उसके जीवन में बहुत सारी परेशानी आई तब उसने प्रार्थना ഒന്ന് किया ശമൂവേൽ था। 7:8 വാക്യത്തിൽ മിസ്പയിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്നത്. कि जो है मिस्पा में उन्होंने प्रार्थना किया ആ വെള്ളം കോരി ഒഴിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് അവിടെ कि വായിക്കുന്നത്. वहां पे परमेश्वर की उपस्थिति में से पानी डाल के जो है वहां पे प्रार्थना किया। 2 ശമൂവേൽ 8 വാക്യത്തിൽ ജനം ഞങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു. कि पहले शमूएल 8:6 में जब लोग पूछते हैं कि हमें एक राजा चाहिए तब वो परमेश्वर से प्रार्थना करता है। ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് രാജാവായിരിക്കാതുകൊണ്ട് അവരെന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. तो यहोवा उनसे कहता है कि वो मैं उनका राजा हूं लेकिन उन्होंने मुझे स्वीकार नहीं किया है। ഒരിക്കൽ ഗിദിയോനോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. एक बार गिदियोन से जो है वहां पे लोग आके कहते हैं कि तुम हमारा राजा बन जा। ഗിദിയോൻ എന്താണ് പറഞ്ഞത്? गिदियोन उनसे क्या कहता है? ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, मैं अगर तुम्हारा राजा नहीं बनूंगा, എന്റെ മകനുമാകില്ല, मेरा बेटा भी नहीं बनेगा, യഹോവ അത്രേ നിങ്ങളുടെ രാജാവ്. यहोवा ही तुम्हारा राजा है। അതാണ് സന്ദർഭം. वो संदर्भ है അതാണ് ഇവിടെ कि ഉദ്ധരിക്കപ്പെടുന്നത്. वहां पे वो कहता പക്ഷെ है, ദൈവം പറയുകയാണ്, लेकिन परमेश्वर कहता है ഞാൻ അവരെ ഭരിക്കാതുകൊണ്ട് അവർ എന്നെയാകുന്നു ത്യജിക്കുന്നത്. कि जो मैं उनको राज्य करने वाला था लेकिन उन्होंने मुझे ठुकराया है। ജനം തങ്ങൾക്ക് മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ कि जब वहां पे उन्होंने लोगों ने पूछा कि हमें राजा चाहिए, ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. कि शामिल ने परमेश्वर से प्रार्थना किया। മൂന്നാമത്തെ സന്ദർഭം तीसरा संदर्भ 1 ശമൂവേലിന്റെ പുസ്തകം 12-19 വാക്യത്തിലാണ്. कि पहला शामिल 16 अध्याय का ആമേൻ. 18. ഇടിയും മഴയും ഉണ്ടായപ്പോൾ ശമൂവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാ വായിക്കുന്നത്. ആ കണ്ടോ ശമൂവേൽ शमूएल ने यहोवा को पुकारा, यहोवा ने उसी दिन मेघ गरजाया और मेघ बरसाया और सब लोग यहोवा से और शमूएल से अत्यंत डर गए। പ്രൈസലോ हालेलुया। പ്രൈസലോ. അപ്പൊ ഇവിടെ എല്ലാം ശമൂവേൽ എന്ത് ചെയ്യാ പറഞ്ഞേ? പ്രാർത്ഥിക്കുകയാണ്. यहाँ पे हर जगह पे जो है शामिल प्रार्थना करता है। ആമേൻ. 15-11 വാക്യത്തില് कि 15वें अध्याय के 11वां वचन ശൗലിനെ ദൈവം തള്ളി. कि शाऊल को जो है परमेश्वर ठुकरा देता ജനം है। പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന്. कि लोगों ने कहा कि हमें राजा चाहिए। അപ്പോൾ എല്ലാവരെക്കാൾ തോൾ മുതൽ പൊക്കമുള്ള കോമള രൂപിയായ ശൗലിനെ അവർക്ക് രാജാവായി വാഴിച്ചു കൊടുത്തു. कि सबसे जो ऊंचे आयु रखने वाला जो है हाइट रखने वाला उसको जो है वहां पे राजा बनाते हैं। പക്ഷേ ശൗൽ ദൈവത്തിന്റെ കൽപ്പനയെ മറുത്തു മത്സരിച്ചു. लेकिन शाऊल जो है परमेश्वर की आज्ञा का पालन नहीं करता, उसके खिलाफ बलवा करता है। അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത് എന്ന വചനം വിട്ടിട്ട് അവന് ബോധിച്ചതുപോലെ അവൻ ചാടി കയറി യാഗമർപ്പിച്ചു. कि जो परमेश्वर को जो है उससे बातों को नहीं मानते, जो है वो अपने बातों पे आगे बढ़ता है। ദൈവം അവനെ രാജസ്ഥാനത്തു നിന്ന് തള്ളിക്കളഞ്ഞു. कि परमेश्वर ने उसको राजस्थान से उसको ठुकरा दिया। ശമൂവേലിന് അത് വ്യസനമായി. कि शामुएल को बड़ा दुख हो गया। ശമൂവേൽ ദൈവത്തോട് രാത്രി മുഴുവൻ നിലവിളിച്ചു. शामुएल जो है रात भर जो है परमेश्वर से पुकारता रहा। കാരണം ജനത്തിന് ഈ രാജാവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാ. क्योंकि जो लोगों को राजा के बारे में बताने वाला ये था, ആ രാജാവിനെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ वो राजा को अगर परमेश्वर ने ठुकरा दिया अगर कहे പകരം ഇനി ഞാൻ ആരെയാ കാണിച്ചു കൊടുക്കുന്നേ? तो लोग कहेंगे कि मैंने किसे बता के ഈ दिया। പുള്ളിയെ തല്ലെങ്കിൽ അടുത്ത ആൾ ആരാന്ന് ജനം ചോദിക്കും. कि ये लोग पूछेंगे कि अगर इसको ठुकरा दे तो अगला कौन है। ശമൂവേൽ ഒരു വല്ലാത്ത ദുർഘട സ്ഥിതിയിലായിരിക്കുകയാണ്. शामिल बड़े दर्द की अवस्था में है। അവൻ രാത്രി മുഴുവൻ ദൈവത്തോട് നിലവിളിച്ചു. वो रात भर परमेश्वर से पुकारता है। രാത്രി മുഴുവൻ ദൈവത്തോട് നിലവിളിച്ചു. कि रात भर जो है वो पुकारता है। പ്രഭാതത്തിൽ ഒരു മറുപടി വെളിപ്പെട്ടു വന്നു. सुबह के समय उसको एक उत्तर मिलता है। മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हालेलुया। जिसको समझ പ്രഭാതത്തിൽ ഒരു മറുപടി വെളിപ്പെട്ടു तो വന്നു. उसको सुबह जो है भोर में एक उत्तर मिलता है। ദൈവം പറഞ്ഞു ഇങ്ങനെയാണ്, परमेश्वर समान कहता ഞാൻ है, ശൗലിനെ തള്ളി എന്നിരിക്കെ मैंने भले शाऊल को जो है ठुकरा നീ दिया എത്ര है, നേരം ദുഃഖിച്ചുകൊണ്ടിരിക്കും? तू जितना और कितनी देर दुखित रहेगा। തൈലപാത്രത്തിൽ തൈലം നിറച്ച് യാത്ര പുറപ്പെടുക. कि जो तेल जो है तू अपने हाथ में कुप्पी में भर के तुझे अपनी यात्रा ഞാൻ शुरुआत നിന്നെ कर। ബേത്ലഹേമിൽ ഒരു വീട്ടിലേക്ക് അയക്കും. मैं तुझे बेथलेहम में घर की ओर भेजूंगा। ഇന്നിത് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. कि अगर मैं और गहराई में कहूं तो आपको समझ ഇപ്പൊ आएगा। പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ താമസിക്കുന്ന വീടും നാടും ഒക്കെ ഏത് രാജ്യത്തിരുന്നുകൊണ്ടും സൂം ചെയ്ത് കാണാൻ പറ്റും. कि अगर हम जो है आजकल के जो टेक्नोलॉजी के हिसाब से हम जहाँ पे भी बैठे हैं, जहाँ पे हम बैठे हैं, उनको बड़ा जूम करके हम देख सकते हैं। ഇങ്ങനെ സൂം ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനമില്ലാത്ത അക്കാലത്ത് ദൈവം ഒരു സൂം പോലത്തെ സ്ഥലം ഇങ്ങനെ വലുതാക്കി കാണിക്കുന്ന ഒരു സിസ്റ്റം ദൈവം ഇവിടെ ചെയ്യുകയാണ്. कि वहाँ जो उन दिनों में जब वहाँ पे ऐसी टेक्नोलॉजी नहीं थी, तो वहाँ पे परमेश्वर जो ऐसा जूम करके उस जगह को हमें बताते हैं। ദൈവം ഒരു ഗോത്രത്തെ കാണിച്ചു, परमेश्वर एक गोत्र को हमें दिखाते हैं। യഹൂദ ഗോത്രം.
ഗോത്രം. यहूदी गोत्र को दिखा, അതിനകത്ത് ദൈവം ഒരു കുടുംബത്തെ കാണിച്ചു. उसके अंदर एक परिवार को परमेश्वर दिखाता ആമേൻ. നിശായിയുടെ കുടുംബം. है, यशाई का परिवार उसको ആ दिखाता है കുടുംബത്തെ പിന്നെയും ദൈവം സൂം ചെയ്തു. कि उसके अंदर और परमेश्वर जूम करके दिखाता है, 7 മക്കളെ ദൈവം कि കാണിച്ചു. 7 बच्चे को बताते हैं, പിന്നെയും ദൈവം സൂം फिर ചെയ്തു. और परमेश्वर जूम करके देखते हैं, ദൈവം പറഞ്ഞു അതിനകത്ത് ഞാൻ ഒരുവനെ फिर കണ്ടെത്തിയിരിക്കുന്നു. परमेश्वर कहता है उनमें से मैंने एक लोग को चुन लिया है. ഇന്ന് പകൽ കർത്താവിന്റെ കണ്ണിനായി ഞാൻ ദൈവത്തെ आज സ്തുതിക്കുന്നു. सुबह परमेश्वर की दृष्टि के लिए मैं धन्यवाद करता हूँ. സൂം ചെയ്ത് നോക്കുന്ന ദൈവത്തിന്റെ കണ്ണ്, वो जूम करके देखने वाले परमेश्वर की आंख, വ്യക്തികളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ദൈവത്തിന്റെ കണ്ണ്. जो व्यक्ति के पास वो गहराई से पहुंचने वाले परमेश्वर की आंख, മനുഷ്യൻ പുറമേ ഉള്ള നോക്കുന്നു. जब मनुष्य बाहर से देखता है तब, പണ്ട് നീ അവന്റെ മുഖവും പൊക്കവുമാണ് നോക്കിയത്. कि जब बाहर से जो उसकी ऊंचाई को और मुंह को देखा, എല്ലാവരെക്കാൾ പൊക്കമുണ്ടെന്നാണ് നോക്കിയത്. ये सबसे ज्यादा ऊंचाई रखने वाला व्यक्ति അവന്റെ है, മുഖം കോമളത്വമുള്ളതായിരുന്നു. उसका मुंह बड़ा सुंदर था. എന്നാൽ ദൈവം ഇപ്പോൾ പറഞ്ഞു लेकिन अभी परमेश्वर कहता നീ है അവന്റെ പൊക്കമോ മുഖമോ നോക്കരുത്. कि तू उसकी ऊंचाई और उसके मुंह की ओर मत देख, ദൈവം ഹൃദയങ്ങളെ തൂക്കി कि നോക്കുന്നു. परमेश्वर हृदय को जांचता है. ആമേൻ. 6 മക്കളെ കൊണ്ടു നിർത്തി. तो जो 6 बच्चों को लेके आते हैं, ഇവരെ ആരെയും തെരഞ്ഞെടുത്തില്ല. इनको भी किसी को भी नहीं चुना. ഏറ്റവും ഒടുവിൽ आखिर में ആ കാട്ടിൽ നിന്ന് ഒരു ആട്ടിടയനെ കൊണ്ടുവന്ന് ദൈവം कि തെരഞ്ഞെടുക്കുകയാണ്. वहां से जंगल में से जो है भेड़ को चराने वाले व्यक्ति को परमेश्वर चुनता എന്റെ है. വിഷയം मेरा विषय ശമൂവേലിന്റെ ജീവിതത്തിൽ शामुएल के जीवन में പ്രതിസന്ധികൾ നേരിട്ടപ്പോഴൊക്കെ बहुत सारी जब परेशानी आई तब അവൻ തലപുകഞ്ഞ് ആലോചിച്ച് മനസ്സ് നീറുകയല്ല, ദൈവസന്നിധിയിൽ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. दिल को दुखी होकर बैठता नहीं है, लेकिन परमेश्वर की उपस्थिति में प्रार्थना करता പ്രാർത്ഥിച്ചാൽ है. ദൈവം ഒരു പരിഹാരം कि ഉണ്ടാക്കും. प्रार्थना करेंगे तो परमेश्वर उसका നീ उत्तर देगा. വിചാരിക്കാത്തൊരു മേഖലയിലേക്ക് തമ്പുരാൻ നിന്നെ നയിച്ചു जो जिस കൊണ്ടുപോകും. हिसाब से नहीं सोचता उस जगह पे ഇന്ന് परमेश्वर പകൽ तुझे എത്ര लेके പേർക്ക് जाएगा. ദൂതേറ്റെടുക്കാൻ आज കഴിയും? सुबह कितने लोग उसके लिए तैयार എന്റെ होते हैं. ഏത് പ്രതിസന്ധിയുടെയും തകർച്ചയുടെ നടുവിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് വേണ്ടി ചില വഴികളെ कि തുറക്കും. कोई भी परेशानी परिस्थिति के बीच में अगर मैं प्रार्थना करता हूं तो परमेश्वर वहां पे उत्तर देगा. ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലേക്ക് മേഖലകളിലേക്ക് ദൈവം എന്നെ कि കൊണ്ടുപോകും. जो जगह का उद्देश्य नहीं रखता परमेश्वर उस जगह पे मुझे लेके जाएगा. ദൈവം നമ്മെ ഒരു കാര്യം ഫലമേൽപ്പിക്കുമ്പോൾ परमेश्वर एक बात, एक जिम्मेदारी हमें അതിന്റെ देगा പൂർണ്ണ രേഖയും ദൈവം ആദ്യം വെളിപ്പെടുത്തുകയില്ല. कि उसके पूर्ण बात को परमेश्वर शुरुआत में नहीं बताएगा. മനസ്സിലാവുന്നുണ്ടോ? क्या समझ ദൈവം ഒരു आया? കാര്യം വ്യക്തമാക്കുമ്പോൾ परमेश्वर कोई बात को अगर बताता है तो പൂർണ്ണ രേഖയും ദൈവം कि വെളിപ്പെടുത്തുകയില്ല. उसकी पूरी बात को जो है परमेश्वर नहीं बताता. പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിക്കുക. कि पतरस को जो है परमेश्वर बंदी गृह से छुड़ाता 3 है. വാതിലുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. कि 3 द्वार वहां पे है, നീ सही है. അതേക്കുറിച്ച് റിസർച്ച് നടത്തേണ്ടതില്ല. उसके बारे में जो है तुम्हें खोजबीन करने की जरूरत नहीं है. പുതപ്പ് പുതച്ച് എന്റെ പിന്നാലെ വരിക. कि जो है उसको लेके तो मेरे पीछे चल. ഇങ്ങോട്ട് വന്നപ്പോഴാണ് 1-ാം വാതിൽ തുറന്നത്. जब आगे बढ़ा तब पहला दरवाजा आया, കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് 2-ാം വാതിൽ कुछ തുറന്നത്. और आगे बढ़ा तो दूसरा दरवाजा खुला. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. कि आज के दिन में अगर कहे तो और समझ आएगा. ഇന്ന് ഗൂഗിൾ മാപ്പുകളുണ്ട്. आज अभी गूगल मैप्स होते ഹലോ, हैं. നിങ്ങൾ കോടഞ്ചേരിയിൽ നിന്ന് യാത്ര ചെയ്തെന്നിരിക്കട്ടെ. अगर आप समझे कि आप कोरंजरी में यात्रा कर കൊച്ചിൻ रहे हैं, എയർപോർട്ടിലേക്ക് कि വരികയാണ്. वहां से कोचिन एयरपोर्ट की ओर आ ഗൂഗിൾ रहे हैं, മാപ്പിൽ നിങ്ങൾ സ്ഥലം അടിച്ചു കൊടുത്തു. तो आप वो मैप में उस रास्ता को डाल ഹലോ, देते हैं. ഗൂഗിൾ സ്റ്റാർട്ട് കൊടുത്തു. या फिर वो स्टार्ट दबा അതുകൊണ്ട് देते हैं. അവരോട് പറയാണ് 11 കിലോമീറ്റർ തെക്കോട്ട് പോവുക. फिर वहां से वो कहते हैं कि 11 किलोमीटर और दक्षिण की ओर ആ जाए, 11 കിലോമീറ്റർ വടക്കോട്ട് പോവുക. कि 11 किलोमीटर और पश्चिम की ओर जाए. തിരുവല്ലായിൽ വന്നു. कि तिरुवल्ला में पहुंचे. നെടുമ്പാശ്ശേരി കണ്ടിട്ടില്ല. फिर वहां से नेटबा से എന്നിട്ട് പറയാണ് കോട്ടയം വരെ 26 കിലോമീറ്റർ പോവുക. वहां से लेकर कोटायम तक जो है और 26 किलोमीटर आगे बढ़े. ഓരോരുത്തരും ചെല്ലുമ്പോൾ അടുത്തടുത്ത വഴികളും വളവുകളും फिर പറയും. एक एक जगह जाते हैं तो अब अगला जो मोड़ वो बता के देता എല്ലാം है. കൂടെ ആദ്യം നിനക്ക് ദൈവം വെളിവാക്കി തരത്തില്ല. कि शुरुआत में सारी बात परमेश्वर नहीं बता के കാരണം देगा. അതെല്ലാം കൂടെ ഗ്രാസ്പ് ചെയ്ത് വെക്കാനുള്ള മെമ്മറി പവർ നിന്റെ ബുദ്ധിക്കില്ല. ये सारी बातों को समझने के लिए तेरा जो दिमाग कम है, ദൈവം ഭാഗമായി തെളിയിച്ചു परमेश्वर തെളിയിച്ചു. भाग भाग में सारी बातों को बता के ദൈവം देता തുറക്കുന്ന है. വഴിയിലൂടെ നീ അങ്ങ് യാത്ര ചെയ്താൽ മതി. परमेश्वर जो कहने वाले मार्ग ഇന്ന് में तो പകൽ यात्रा ही कर. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ आज जो സ്തുതിക്കുന്നു. संदेश को स्वीकार करते हैं ദൈവത്തിന്റെ उसको ആത്മാവിനെ धन्यवाद. അനുസരിച്ച് നടപ്പിരുന്നാൽ ജഡത്തിന് മോഹം നിവർത്തിക്കുകയില്ല. कि परमेश्वर की आत्मा के हिसाब से चलेगा तो दुनिया की बातों में नहीं बातेगा. ശമൂവേൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. कि शामिल प्रार्थना करने वाला व्यक्ति था. മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസ്തനായ ഒരു कि പ്രവാചകനായിരുന്നു. दूसरा एक स्वभाव यह था कि विश्वासियों की भविष्यवक्ता था ദാൻ वो. മുതൽ ബേർശേബ വരെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ജനം कि ഗ്രഹിച്ചു. दान से लेकर बेर्शेबा तक जो है शामुएल जो एक विश्वासियों के भविष्यवक्ता के समान था. അവൻ ദൈവവിളി കേട്ടുകൊണ്ടാണ് അവന്റെ ആത്മീയ ജീവിതം वो ആരംഭിച്ചത്. परमेश्वर की बुलाहट को सुन के अपने आत्मिक जीवन की शुरुआत करता है. ആമേൻ. അവന്റെ അമ്മ അവനെ ആലയത്തിൽ കൊണ്ടുപോയി कि കൊടുത്തു. उसकी माता जो है उसको परमेश्वर के भवन में छोड़ देती है. മന്ദിരത്തിൽ വിളക്കിടുന്നതിന് മുമ്പേ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കിടന്നു. कि जो है वो मंदिर के जो है दीवार बुझने से पहले वो वहां पे जाके सोता है. രാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കമില്ലാത്ത ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ചു. कि जब रात में जब जो यहाँ पे शांत अवस्था में परमेश्वर को नाम ശമൂവേലേ, लेकर बुलाता ശമൂവേലേ है, എന്ന് വിളിച്ചു. कि शामुएल शामिल करके അവൻ बुलाता है. എഴുന്നേറ്റ് ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്നെ വിളിച്ചോന്ന്. वो उठ के जो एली पुरोहित के पास जाके पूछता है क्या मुझे അദ്ദേഹം बुलाया. പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. वो कहता है कि मैंने तुझे പോയി नहीं കിടന്ന് बुलाया, ഉറങ്ങിക്കൊള്ളുക. वापिस जाके सो जा. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ ദൈവം വിളിക്കുകയാണ്. कि शुरुआत सूर्य के उदय से लेकर अस्त तक जो है परमेश्वर से വിളി बुलाता है. വീണ്ടും ആവർത്തിക്കുകയാണ്. फिर वापिस दोहराता അവൻ है. പിന്നെയും പഴയതുപോലെ ഓടിച്ചെന്നു. फिर वापिस जो है वो पुराने के समान जाता है. ഏലിയുടെ മറുപടി, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. एली का उत्तर यही है कि मैंने तुझे नहीं നമ്മളെ बुलाया. വിളിച്ചത് ഒരു നേതാക്കന്മാരല്ല. हमें जो बुलाने वाला कोई नेता नहीं, നമ്മളെ വിളിച്ചത് ഒരു പുരോഹിതനല്ല. हमें कोई बुलाने वाला कोई पुरोहित നമ്മളെ नहीं,
വിളിച്ച ഒരു മാനുഷികമായ ഏജൻസി അല്ല. हमारे जो बुलाने वालों की मानसिक एजेंसी ദൈവമാണ് नहीं, നമ്മളെ വിളിച്ചത്. हमें परमेश्वर ने बुलाया है. ഏലി പുരോഹിതനെ കുറിച്ച് ഒത്തിരി അപാകതകൾ ആളുകൾക്ക് പറയാനുണ്ടായിരുന്നേക്കാം. कि एली पुरोहित के बारे में बहुत सारी बातों को कहनी जरूरी थी वहां पे. സ്ഥൂലിച്ച ശരീരമുള്ളവനാണെന്നോ കണ്ണ് മങ്ങിയവനാണെന്നോ ദർശനമില്ലാത്തവനാണെന്നൊക്കെ ആമേൻ അവനെ കുറിച്ച് ഒത്തിരി പോരായ്മകൾ कि പറയാനുണ്ടായിരുന്നേക്കാം. यीशु का शरीर था, उसकी आंख बंद हो गई थी, ऐसे कई सारी कमियां उसके बारे में बता सकते हैं. എന്നാൽ ഒരു നല്ല കാര്യം ഞാൻ പറയാം. लेकिन एक अच्छी बात मैं बताऊंगा ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ कि जब परमेश्वर की बुलाहट नहीं समझ पाता तो അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി കുഞ്ഞെ ഇത് ദൈവത്തിന്റെ വിളിയാണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഏലിക്ക് സാധിച്ചു. जब इधर उधर भागने वाले बालक को जो है वो एली पुरोहित बता के देता है कि परमेश्वर की जो वाणी है इसको तो सुनना. അന്ന് മുതൽ ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. वहां से परमेश्वर से बातचीत करना शुरू करता ജീവിതത്തിന്റെ है. പ്രതിസന്ധികളിലെല്ലാം ദൈവനോട് कि സംസാരിക്കാൻ जीवन തുടങ്ങി. के सारे परेशानियों में जो है परमेश्वर से बात करता है. നിങ്ങളോട് ദൈവം സംസാരിക്കും. कि आपसे भी परमेश्वर बात करेगा. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനോ കൈ ഉയർത്താനോ പറയുന്നില്ല. मैं किसी के खिलाफ हाथ उठाना के नाम के देना नहीं चाहता. നിങ്ങൾക്ക് എത്ര പേർക്ക് യേശു ക്രിസ്തുവിന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? आप कितने लोग जो है यीशु मसीह के वाणी को डायरेक्ट सुन सकते हैं? യേശു മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന എത്ര പേര് കേട്ടിട്ടുണ്ട്? कि यीशु मसीह मलयालम में बात कर रहे हैं, कितने लोग ने सुना है? ദൈവത്തിന്റെ മഹാകൃപയാൽ 2 പ്രാവശ്യം എന്റെ കർത്താവിനോട് മലയാളത്തിൽ कि സംസാരിച്ചിട്ടുണ്ട്. परमेश्वर की कृपा से परमेश्वर ने 2 बार जो है परमेश्वर के दास से बातचीत किया है. അത് രണ്ടും ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. वो दोनों जब पासवान बाइबल स्कूल में जब ആമേൻ. पढ़ रहे ഞാൻ थे तभी സന്ദർഭം എല്ലാം വിവരിക്കുന്നില്ല. वो सारे संदर्भ को मैं नहीं ഒരിക്കൽ ഞങ്ങളുടെ बता വീട്ടിൽ ഒരു വലിയ പ്രയാസമുണ്ടായി. कि घर पे थोड़ा तकलीफ എന്റെ हो മൂത്ത गया ജ്യേഷ്ഠ അയൽവക്കക്കാരെല്ലാം കൂടെ അടിക്കുമെന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി. कि मेरे जो बड़े भाई को आस पड़ोस के लोग मारेंगे, ऐसा ഞാൻ परेशानी हो गया. രാത്രിയിൽ ഒത്തിരി കരഞ്ഞിട്ട് കിടന്നു मैं ഉറങ്ങി. रात भर जो है रो के प्रार्थना किया 2 മണിയായ സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണരുകയാണ്. कि 2 बजे मैं जल्दी तुरंत उठ जाता हूँ. ഞാനൊരു ശബ്ദം കേട്ടു. मैं एक शब्द को सुनता അവൻ हूँ എന്റെ കയ്യിലിരിക്കുന്നു कि എന്ന്. वो मेरे हाथ में है. ഞാൻ വിചാരിച്ചു രാവിലെ ഒരു പക്ഷെ പിള്ളേർ പഠിക്കാൻ എഴുന്നേറ്റായിരിക്കുമെന്ന്. मैंने सोचा कि शायद सुबह बच्चे पढ़ने के लिए उठे ഞാൻ होंगे. ആ കോറിഡോറിൽ ഇറങ്ങി നോക്കി. मैं वो रास्ते से गुजरते देखा ആരും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും ഉറക്കമാണ്. कि कोई वहां पे नहीं जाग रहा, सारे सो रहे हैं. അന്ന് എന്റെ ദൈവം എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. वहां पे परमेश्वर ने मुझसे मलयालम में बात किया. എന്റെ പഠനം കഴിഞ്ഞിട്ട് मेरे पढ़ाई के बाद ഞാൻ തുടർന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. मैं आगे क्या करना है मुझे नहीं കത്തോലിക്ക पता. പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസത്തിൽ मैं വന്നത്. नामधारी कलीसिया के विश्वास में തുടർന്ന് आया എന്ത് था. ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. आगे क्या करना है मुझे नहीं അന്ന് पता. ഞാൻ പൊതുയോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ പോകുമായിരുന്നു. वो जो है वहां पे मैं प्रचार करने के लिए जाता था. ആമേൻ. ആറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ഒരു ജയശ്രീ എന്തോ ഒരു സാറിന്റെ വീട്ടില് ഒരു മീറ്റിങ്ങിന് പോയി. कि वहां पे त्रिवेंद्रम में एक जो परमेश्वर के दास के वहां पे भवन में प्रार्थना के लिए गया. അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡിൽ ഇറക്കിയിരിക്കുന്ന ചരിപ്പിനകത്ത് ഞാൻ കിടന്നുറങ്ങുകയാണ്. कि जो उनके घर के बगल में थोड़ा सा एक जगह बनाया था, वहां पे मैं सो रहा था. ഞാനൊരു ദർശനം കണ്ടു. मैंने वहां पे एक दर्शन देखा ഒത്തിരി പാറകളുള്ള ഒരു മല ഞാൻ കാണുകയാണ്. कि बहुत सारे जो चट्टान रखने वाले एक पहाड़ को मैं देख കാണുമ്പോൾ रहा ആ हूं. കൂട്ടത്തിൽ ഒരു ശബ്ദം കൂടെ കേട്ടു. कि उसके बीच में एक वाणी भी मैंने सुना ഇടുക്കിക്ക് പോകാ എന്നൊരു ശബ്ദം. कि इടുकी की मैं जा करके ऐसे शब्द ആമേൻ. സഭ എടുക്കണമെങ്കിൽ എഴുതി കൊടുക്കണമെന്നൊന്നും എനിക്ക് कि അറിയത്തില്ലായിരുന്നു. वहां पे कलीसिया का चार्ज कैसे लेना है, कैसे लिखना मुझे नहीं ഒന്നും पता. അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചി ഇറക്കനായിരുന്നു मैं അന്ന് कुछ ഞാൻ. भी नहीं जानता था, ऐसे छोटा सा बालक था मैं. ഞാൻ വീട്ടിൽ വന്നപ്പോ मैं जब घर आया था എനിക്കൊരു കത്ത് കിട്ടി. एक छोटा सा एक നിങ്ങളെ पत्र സഭാ मिला ശുശ്രൂഷയെ നിയമിക്കുന്ന കാര്യത്തിന് വേണ്ടി കോട്ടയത്തുള്ള കേടാനിയിൽ പാസ്റ്ററെ പോയി കാണണമെന്ന്. कि कोटा में एक पासवान से जाके वहां पे मिलना है. എനിക്ക് അറിയത്തില്ല ഈ പാസ്റ്റർ എവിടെയാ താമസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഫോൺ നമ്പർ ഇല്ല. ये पासवान कौन है, ये कहाँ रहते, मैं नहीं जानता था. ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് അടുത്ത കത്ത് കിട്ടി. നിങ്ങളെ നെടുങ്കണ്ട സഭയുടെ പാസ്റ്ററായി നിയമിച്ചിരിക്കുന്നത്. कि एक हफ्ते के बाद उनको वापस एक पत्र मिलता है कि तुम इस कलीसिया का पासवान ഒരു बनना है. ബാഗ് എടുത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി एक जो ഹൈറേഞ്ചിലേക്ക് बैग लेके പോവുകയാണ്. जो है परमेश्वर की सेवकाई में मैं चला पर था. അവിടെ ചെന്നപ്പോൾ കുര്യാക്കോസ് പാസ്റ്റർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്. कि वहां पे जो है कुरियाकोस नाम के जो पासवान थे वहां पे किराए में रहते അതിന് थे. ഒറ്റ ഡോറിൽ ഒരു ജനലുണ്ട്, ഒരു ഒറ്റപ്പാളി ജനലുണ്ട്. कि उनका सिर्फ एक ही जो एक विंडो है. ആ ജനൽ തുറന്നാൽ അക്കരെ കാണുന്നത് മലകളാണ്. അവിടെ അതിന് മലയ്ക്ക് മെട്ടെന്നാണ് അവിടെ പറയുന്നത്. അക്കരെ ഒരുപാട് പാറകൾ ഞാൻ കാണുകയാണ്. कि जो जब विंडो को खोल के जब मैंने देखा तो वहां पे बहुत सारे चट्टान से भरे हुए पहाड़ को मैंने देखा. തിരുവനന്തപുരത്ത് ആറയൂർ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ട പാറ നെടുങ്കണ്ടത്ത് എന്നപ്പോഴാണ് ഞാൻ പിന്നെയും കണ്ടത്. कि जब त्रिवेंद्रम में जो दर्शन में जो चट्टान को देखा था, जब मैं वहां पे गया तो वो वापस वो पहाड़ को मैं देखा. ദൈവം നിങ്ങളോട് സംസാരിക്കും. परमेश्वर आपसे बात करेगा. നിങ്ങളെ ദൈവം നിങ്ങളോട് സംസാരിക്കും. परमेश्वर आपसे बात करेगा. പ്രായമുള്ള പിതാക്കന്മാരെ ദൈവം നിങ്ങളോട് बुजुर्ग സംസാരിക്കും. माता पिता आपसे परमेश्वर बात മലയാളത്തിൽ करेगा. ദൈവം നിങ്ങളോട് സംസാരിക്കും. मलयालम में बात എത്ര करेगा. പേരുടെ ഹൃദയം വെമ്പുന്നുണ്ട്. कितने लोग के हृदय तैयार हो എനിക്ക് रहे हैं. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് എത്ര പേരുടെ ഹൃദയം कि വെമ്പുന്നുണ്ട്. मेरे को परमेश्वर के शब्द को सुनना है, कितने लोग के हृदय तैयार हो रहे എന്റെ हैं. വൈഫ് കന്യാസ്ത്രീ മഠത്തിൽ വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരിയാണ്. कि पासवान की जो पत्नी है वो एक वहां पे विश्वास में आई स्त्री. അരോമ ടിവിയിലും അങ്ങനെ ഒരുപാട് ടിവിയിൽ അവളുടെ അനുഭവ സാക്ഷ്യം കിടപ്പുണ്ട്. कि वहां पे जो टीवी में बहुत सारी जगह पे उनके गवाही को उन्होंने बताया है. കോതമംഗലത്തിനടുത്തുള്ള തങ്കളം എന്ന സ്ഥലത്ത് സെന്റ് ജോസഫ് കോൺവെന്റിൽ ധർമ്മേരി കോൺവെന്റിൽ പഠിക്കുന്ന കാലത്ത് ഒരു അനുഭവം ഉണ്ടായി മുന്നോട്ട് വന്നാണ് ലൂസി. कि जब वहां पे जो है वहां पे जब कॉन्वेंट में जब पढ़ाई कर रहे थे तब उनका अनुभव इस बताया. പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ ഭാഗ്യമുണ്ടായി. न्यू इंडिया कॉलेज में जब वो पढ़ाई कर रहे थे तब वहां पे उन्होंने परमेश्वर की वाणी को सुना. ഞാൻ ഒരിക്കൽ സഭാ ശുശ്രൂഷിക്കുമ്പോ എന്റെ സഭ
സഭയിൽ ആമേൻ ഒരു താങ്ക് യു, എൻ്റെ സഭയിൽ ഒരു മേശിരി പണിക്ക് വന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. कि जब परमेश्वर के दास जब कलीसिया जब वहाँ पे काम चल रहा था तो वहाँ पे उसका काम करने मिस्त्री आए, एक അവന്റെ व्यक्ति आए പേര് ഞാൻ थे। മറന്നുപോയി. उनका नाम मैं भूल അവന്റെ गया ഭാര്യ എസ്തേർ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. कि उनकी पत्नी का नाम एस्तेर करके था। തമിഴരാണ് അവര്. वो एक तमिल അവൾ थे। ഒരിക്കലും ഒരു തോട്ടിൽ തുണി നനച്ചുകൊണ്ടിരിക്കുകയാണ്. वो ऐसे जब खेत में जब काम कर रहे അവൾ थे തുണി वो നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ऐसे कपड़े को जब അവൾ ഒരു सुखा ശബ്ദം रहे കേട്ടു, थे, एक शब्द को सुनती എന്നെ है മാനിക്കുന്നവരെ ഞാൻ कि മാനിക്കുമെന്ന്. जो मेरा आदर देगा मैं उससे आदर दूंगा। ആമേ അവരെ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ആരാണ്ട് പറയുന്നത് ഞാൻ കേട്ടു എന്ന്. कि पासवान से वाक्य कहते कि पासवान मैंने ये वाणी को എനിക്ക് सुना അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറഞ്ഞു, സഹോദരി ദൈവം നിങ്ങളോട് कि സംസാരിച്ചതാണ്. मेरा अनुभव था इसलिए मैं उनसे कहा कि ये परमेश्वर ने आपसे बातचीत किया ഇന്ന് है। അവനും അവളും കർത്താവിന്റെ വേല ചെയ്യുകയാണ്. आज वो जो है परमेश्वर की सेवकाई कर रहे हैं। ദൈവം നിങ്ങളോട് സംസാരിക്കും. परमेश्वर आपसे बात करेगा। എത്ര പേരുടെ ഹൃദയം വെമ്പുന്നുണ്ട്. कितने लोग के हृदय तैयार हो रहे हैं ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യേശുവിന്റെ ശബ്ദം കേൾക്കണമെന്ന്. जीवन में कभी भी परमेश्वर के शब्द को ദൈവം सुनना है। നിങ്ങളോട് സംസാരിക്കും, വ്യക്തമായി സംസാരിക്കും. परमेश्वर बड़े स्पष्ट रूप से आपसे बातचीत വ്യക്തമായി करेगा। ദൈവം നിങ്ങളോട് बड़े സംസാരിക്കും. स्पष्ट रूप से बात ഏത് करेगा പ്രതിസന്ധികളുടെയും നടുവില് कि कोई भी परेशानियों के बीच में പ്രവാചകൻ വേണ്ട, वहाँ पे कोई भविष्यता नहीं चाहिए। ദൈവദാസൻ വേണ്ട, परमेश्वर के दास യേശു दीजिए। നേരിട്ട് നിങ്ങളോട് यीशु സംസാരിക്കും. मसीह डायरेक्ट तुमसे बात യേശു करेगा। നേരിട്ട് നിങ്ങളോട് कि സംസാരിക്കും. यीशु मसीह डायरेक्ट ही बात ഞാൻ करेगा ദൂതന്റെ ആഴത്തിലേക്ക് ഒരു നിമിഷം കടന്നു പോകട്ടെ. कि वहाँ पे गहराई में आप जाए। ദൈവം പൗലോസിനോട് സംസാരിക്കാൻ 5 മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. कि परमेश्वर जो है पौलुस से बातचीत करने के लिए 5 तरीके से इस्तेमाल करता है। ഒരിക്കൽ ദർശനത്തിനോട് സംസാരിച്ചു. एक बार जो है दर्शन से बात करता है മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ദർശനവും കണ്ടു. कि दुनिया से व्यक्ति वहां से उसे पुकार रहा है कि तुम मेरी सहायता करने के लिए। പിന്നീട് ഒരിക്കൽ ദൈവം അശരീരിയായി സംസാരിച്ചു. फिर दूसरा जो है परमेश्वर उससे इस हिसाब से बात करता है ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. कि शाऊल है शाऊल तुझे क्यों ताड़ना दे रहा है। 3 അമ്മ പ്രവാചകനിലൂടെ ദൈവം फिर സംസാരിച്ചിട്ടുണ്ട്. तीसरा एक भविष्यवक्ता के द्वारा परमेश्वर पौल से बात करता है। അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് ഇവന്റെ അരക്കച്ചയെടുത്ത് കെട്ടിയിട്ട് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിച്ചു കൊണ്ടുപോകുമെന്ന് ദൂത് പറഞ്ഞു. कि उससे आके इस हिसाब से कहता है कि जिस हिसाब से तुझे बांधे रखा है वैसे तुझे लेके चले जाएंगे। 4 ദൂതൻ മുഖാന്തരം ദൈവം സംസാരിച്ചിട്ടുണ്ട്. चौथा जो स्वर्गदूत के द्वारा परमेश्वर से बात करते हैं। അദ്രിയക്കടലിൽ അലയുന്ന വേളയിൽ നാമേൻ അവൻ പറയാണ്, കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ദൂതൻ എന്റെ അരികെ നിന്നു तो वो എന്ന്. जहाज में बड़े मेहनत कर रहे थे तो वहाँ पे उसको कहता है कि पिछले दिन रात को स्वर्गदूत ने मुझसे बात किया। എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവില് इस जीवन के हर एक परेशानियों के बीच में പ്രാണഭയം അവനെ അലട്ടിയ വേളയില് कि बहुत सारे डर के बीच में से जब वो गुजर रहा ദൈവം था ദൂതനെ വിട്ടില്ല. परमेश्वर ने स्वर्गदूत को नहीं ദൈവം भेजा। പ്രവാചകനെ അയച്ചില്ല. परमेश्वर ने भविष्यवक्ता को नहीं ദൈവം भेजा। ദർശനം നൽകിയില്ല. परमेश्वर ने दर्शन नहीं दिया। ദൈവം ആമേൻ അരുളപ്പാട് കൊടുത്തില്ല. परमेश्वर ने किसी का वाणी को नहीं दिया। തിരുവചനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്. परमेश्वर के वचन में ऐसा पढ़ते കഴിഞ്ഞ हैं രാത്രി കർത്താവിന്റെ അരികെ നിന്നു. कि पिछले रात को परमेश्वर मेरे करीब आया। പൗലോസേ ഭയപ്പെടരുത്. तो पौलुस तो भयभीत मत होना നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. कि कैसर के सामने खड़े रहना है। മാനുഷികമായ ഒരു ശബ്ദം നിനക്ക് മതിയെങ്കിൽ ദൈവം അത് തരും. कि मानुषिक रूप से अगर शब्द चाहिए तो परमेश्वर മനസ്സ് तुझे देगा। തളർന്നിരിക്കുമ്പോൾ ഒരു വചനത്തിന്റെ വെളിപ്പാട് നിനക്ക് മതിയെങ്കിൽ അത് ദൈവം നിനക്ക് जब തരും. मन के जब टूटे हुए अवस्था में है तो एक वचन के द्वारा तुझे सहायता എന്നാൽ करेगा। ജീവിതത്തിന്റെ ക്രിട്ടിക്കൽ നിമിഷങ്ങളില് लेकिन जीवन के गंभीर परिस्थिति में ദൈവം വേറെ ആരെയും അയക്കുകയില്ല. परमेश्वर और किसी को नहीं भेजेगा। യേശു നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരൂ. यीशु मसीह तुम्हारे पास आएगा। യേശു നിന്നോട് കൃത്യമായി വ്യക്തമായി यीशु സംസാരിക്കും. मसीह बड़े स्पष्ट रूप से तुमसे बात करेगा। എല്ലാവരും കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. हालेलुया ताली बजा के परमेश्वर की ദൈവം आराधना നമ്മളോട് करें। സംസാരിക്കട്ടെ. परमेश्वर हमसे बात ദൈവം करे। നമ്മളോട് സംസാരിക്കട്ടെ. परमेश्वर हमसे बात करे। ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. परमेश्वर हमसे बात करे। മലയാളത്തിൽ അവൻ നമ്മോട് സംസാരിക്കട്ടെ. मलयालम में बात करे। हालेलुया ഹല്ലേലൂയ. हालेलुया 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 ഹല്ലേലൂയ. हालेलुया हालेलुया थैंक यू जीसस കുടരവ ഹബുരവന ഷിടരവ തിരഠവാരവ. हालेलुया ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേരുടെ ഹൃദയം വെമ്പുന്നുണ്ട്. कि कितने लोग के हृदय तैयार हो रहे ഇത്രയും हैं കാലമൊക്കെ ആത്മീയരായി ജീവിച്ചില്ലേ? कि इतने दिन तक जो आत्मिक പക്ഷേ रूप से जिया ഇതുവരെയും യേശുവിന്റെ ശബ്ദം ഒരിക്കലെങ്കിലും കേൾക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ लेकिन आज तक अगर यीशु मसीह के शब्द को अगर नहीं सुन पाए हैं കർത്താവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ സന്നദ്ധരായ तो हम परमेश्वर से अगर प्रार्थना करने के लिए अगर तैयार होते हैं ഒരു ശബ്ദം നിനക്ക് ആവശ്യമാണെന്ന് സ്വർഗത്തിനൂടെ ബോധ്യമായ तो एक शब्द तुझे जरूरत है जब स्वर्ग को समझ आता है तो ദൈവം നിങ്ങളോട് സംസാരിക്കും. परमेश्वर आपसे बात करेगा। ഒരു ദർശനമാണ് നിനക്ക് ആവശ്യമെങ്കിൽ ദൈവം ദർശനം एक തരും. अगर दर्शन की जरूरत है तो परमेश्वर दर्शन देगा। മനസ്സിലാവുന്നവർ കഴിഞ്ഞ
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. तो इस लोग के लिए धन्यवाद करता എന്നേക്കാൾ हूं പല അനുഭവങ്ങൾ നിങ്ങളിൽ പലർക്കും പറയാനുണ്ടെന്ന് कि मेरे से എനിക്കറിയാം. ज्यादा का ये अनुभव आपको कहने के लिए है സമയപരിധി കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി कि വരട്ടെ. समय समाप्त हो रहा है, इसलिए विषय के वापस लौटेंगे വളർന്നു എന്ന് ബൈബിൾ പറയുന്ന മൂന്നാമത്തെ വ്യക്തി कि परमेश्वर के जो बढ़ोतरी में प्राप्त करना तीसरा व्यक्ति സ്നാപക യോഹന്നാന്റെ ജന്മമാണ്, बपतिस्मा വളർച്ചയാണ്. देने वाले का योना के बारे में है. ലൂക്കോസിന്റെ സുവിശേഷം 1:80 लूका रचित सुसमाचार ലൂക്കോസ് 1:80. उसकी माता ने उत्तर दिया कि नहीं, हाँ। वरन उसका नाम यूहन्ना रखा जाए. ആമേൻ. അവൻ വളർന്നു, തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ അവൻ മരുഭൂമിയിൽ ആയിരുന്നു. और वो बालक बढ़ता और आत्मा में बलवंत होता गया हाँ। और इस्राएल पर प्रकट होने के दिन तक जंगलों में പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു. അവൻ തന്നെത്താൻ ഇസ്രായേലിന് കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു. कि बालक बढ़ता और आत्मा में बलवंत होता गया. സ്നാപക യോഹന്നാന്റെ കാര്യമാണ്. कि योना बपतिस्मा देने वाले के बारे में है. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ? उसका जो उद्देश्य क्या था കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളത്. कि परमेश्वर के लिए रास्ता बनाना. വഴിയൊരുക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മമ്മട്ടിയും തൂമ്പായും എടുത്തുകൊണ്ട് ഈ റോഡ് വെട്ടുകയായിരുന്നില്ല. कि जो है हम जो सोचते हैं कि जो रास्ता बनाना है, ऐसा नहीं है कि जो मिट्टी और पत्थर लेके जो है रास्ता बनाना है. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു തന്റെ कि ദൗത്യം. तैयार हुए जो लोगों को जो है परमेश्वर के लिए तैयार करके रखना है. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. कि मरुभूमि में जो कहने वाली बात है ये കർത്താവിന് പാത നിരപ്പാക്കുവിൻ. कि परमेश्वर के लिए जो मार्ग को सीधा करने के അതൊരു लिए ഉദ്ധരണിയാണ്. वो एक बात है. वो ആ ഉദ്ധരണി കിടക്കുന്ന യെശയ്യാപ്രവചനം 40-3-4 വാക്യങ്ങളാണ്. ईशाया नबी 40 के 3 और 4 में उसको हम पढ़ सकते അവിടെ हैं. യോഹന്നാൻ വഴി വെട്ടിയ വിധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. वहां पे जो योना जो है रास्ता काट के उनके लिए रास्ता കേട്ടോ बनाता ഒരുത്തൻ വിളിച്ചു പറയുന്നത്. है. फिर वहां से बुलाता है. വായിച്ചാട്ടെ. ആ ആ അടുത്തത് 3 വഴികൾ, 3 വഴിവെട്ടികൾ. ഒന്ന്, എല്ലാ താഴ്വരയും നികന്നു വരണം. कि सारे तराई जो है भर दी जाए. സ്പിരിച്വൽ ഡിപ്രാവിറ്റി, ആത്മീയമായ അധപ്പതനത്തിൽ നിന്ന് അവർക്കൊരു കരകയറ്റം कि ആവശ്യമായിരുന്നു. जो आत्मिक रूप से जो कमजोर है उनको और ऊपर लेके आने के लिए. 2, दूसरी बात ആ എല്ലാ മലയും കുന്നും താണു വരണം. कि सारे पहाड़ और पहाड़ी गिरा दी जाए. അന്നത്തെ യഹൂദന്റെ മനസ്സിൽ ഒരുപാട് ആത്മീകമായ അഹങ്കാരത്തിന്റെ കുന്നുകൾ कि ഉണ്ടായിരുന്നു. वहां पे जो यहूदी लोग के जो मन में बहुत सारे जो आत्मिक अहंकार की बात थी. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുന്നവരായിരുന്നു. कि अब्राहम हमारा पिता है ऐसा कहने वाले कई लोग उनके मन में थे. അഹങ്കാരമായിരുന്നു. ऐसा अहंकार उनके मन में था. കല്ലുകളിൽ ദൈവത്തിന് മക്കളെ അബ്രഹാമിന് കല്ലുകളിൽ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് അതിന്റെ മറുപടി. कि जो अब्राहम जो है के द्वारा जो है पत्थरों से जो है बच्चों के नाम ले सकते हैं. വഴിയൊരുക്കി 3-ാമത്തെ മേഖല ऐसा रास्ता खोलने वाला तीसरे मार्ग. വളഞ്ഞു ചൊവ്വായും ദുർഘടങ്ങൾ സമമായി തീരണം. വക്രതയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കുരുട്ടു വഴികൾ കണ്ടുപിടിച്ച രീതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. कि टेढ़े मेरे मार्ग से जो परमेश्वर को प्रसन्न करने वाले सोच उनके मन में थे. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം മനസ്സിലായിരുന്നു ആ വഴി വെട്ടിയത്. कि मन फिराने वाला जो मन जो है उनके लिए रास्ता उन्होंने तैयार किया. യോഹന്നാനെ കുറിച്ച് പറയുന്ന 2 സാക്ഷ്യങ്ങൾ, कि यूहन्ना के बारे में कहने वाली 2 गवाही. യേശു പറഞ്ഞ 2 സാക്ഷ്യങ്ങൾ. कि यीशु मसीह कहने वाली 2 गवाही. ആമേൻ. യോഹന്നാൻ 5:35 യോന 5:35 में है. ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. യോഹന്നാൻ ആരായിരുന്നു? ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്ക്. कि जल ആമേൻ. ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക്. कि जल के समान जो है वो प्रकाशित होना है. കുറച്ചു കാലമേ ആ വെളിച്ചം പ്രകാശിച്ചുള്ളൂ. शायद कुछ क्षण के लिए हो सकता പക്ഷെ है. പ്രകാശിച്ച കാലത്ത് लेकिन जब तक वो प्रकाशित हुआ, ജ്വലിച്ചാണ് അവൻ वो പ്രകാശിച്ചത്. अच्छे से वो प्रकाशित हुआ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. हालेलुया. കുറച്ചു കാലമേ അവൻ ശുശ്രൂഷ ചെയ്തുള്ളൂ. शायद कुछ क्षण ही उसने सेवकाई की പക്ഷേ होगी. ആ കാലഘട്ടം അവൻ ജ്വലിച്ച് പ്രകാശിക്കുക. लेकिन उन दिनों पूरा जलवंत होकर उसने सेवकाई की. 2, दूसरी बात, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. कि स्त्रियों में से जन्म लेने वाले उसमें से महान और कोई था नहीं. എല്ലാവരും നോക്കിക്കേ, സ്ത്രീകളിൽ ജനിച്ചവരിൽ स्त्रियों में से യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. യോഹന്നാൻ സ്വർഗരാജ്യത്തിലെ ബപ്തിസ്മ ഏറ്റവും देने वाला ചെറിയവനോ അവനേക്കാൾ വലിയവൻ. कि स्वर्ग राज्य में जो सबसे छोटा है उससे बड़ा ഇത് है वो. പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതെന്താ നമുക്കൊരു ചിന്താക്കുഴപ്പം തോന്നാം. हम जल्द से पढ़ते हैं तो हमारे मन में सोच आ सकता है. പലർക്കും ഒരുപക്ഷെ അതിന് മറുപടി അറിയാമായിരിക്കാമെങ്കിലും ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. शायद कई लोग का इसका उत्तर पता होगा, लेकिन मैं इसका उत्तर 2 बताऊंगा. കാര്യങ്ങൾക്കാണ് അവിടെ മറുപടി कि പറയുന്നത്. 2 बात का भी उत्तर चाहिए. ഒന്ന്, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. कि स्त्रियों में से जिसमें जन्म लिया है उसमें से यूहन्ना बपतिस्मा से महान और कोई नहीं. എന്തുകൊണ്ടാണ് അവൻ ഏറ്റവും വലിയ മനുഷ്യനായി മാറിയത്? क्यों सबसे महान बना?
അവൻ മാത്രം അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം പ്രാപിച്ചു. क्योंकि केवल उसी ने अपने माता के गर्भ से ही जो पवित्र आत्मा की भरपूरी को प्राप्त किया था। രണ്ട് മശിഹയെ സ്നാനപ്പെടുത്താൻ പദവി ലഭിച്ചവൻ അവൻ. कि दूसरा मसीहा को बपतिस्मा देने के लिए उसको योग्यता मिला, അതുകൊണ്ട് തന്നെ അവൻ വലിയ മനുഷ്യനായി. तब से वो महान बन गया। കർത്താവിന് പാത ഒരുക്കിയവനാണ്. कि परमेश्वर का जो मार्ग उसने तैयार किया। രണ്ട് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? कि दूसरा जो है स्वर्ग राज्य में जो है जो सबसे छोटा उससे भी महान സ്വർഗരാജ്യം है। എന്നുള്ളതിന് രണ്ട് അർത്ഥമുണ്ട്. कि स्वर्ग के राज का दो अर्थ है। പ്രധാനപ്പെട്ട രണ്ട് അർത്ഥങ്ങൾ. पहला अर्थ, ഒന്ന് അത് സഹസ്രാബ്ദ വാഴ്ച കാണിക്കുകയാണ്, 1000 ആണ്ട് വരെ. पहला उस 7 साल के राज को दिखाता है। മറ്റൊന്ന് സ്വർഗരാജ്യത്തിന്റെ ആത്മീയ അർത്ഥം സഭയെ കാണിക്കുകയാണ്. कि स्वर्ग राज का जो आत्मिक अर्थ है वो कलीसिया को बताता है। ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, कि परमेश्वर राज को खाना पीना की जगह, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. कि धार्मिकता और जो पवित्र आत्मा से भरपूर होने वाली जगह है। സഭയിലെ ഏറ്റവും ചെറിയൊരു വ്യക്തി कलीसिया का सबसे छोटा व्यक्ति, അവൻ ക്രിസ്തുവിന്റെ മണവാട്ടി പദത്തിലായതുകൊണ്ട് वो मसीह का जो है दुल्हन है, इसीलिए മണവാളന്റെ സ്നേഹിതനേക്കാൾ പദവി സംബന്ധിച്ച് അവനാണ് വളർച്ചയുള്ളത്. इसलिए दुल्हन के समान जो उसका औहदा है उससे और कम ज्यादा है। ഒരു പുരുഷൻ അവന്റെ ഭാര്യയാണ് വലുത്. एक पुरुष के लिए उसकी पत्नी उसके लिए बड़ी है। കല്യാണം കഴിഞ്ഞാലും അവന്റെ കൂട്ടുകാരനേക്കാൾ അവൻ പദവി കൊടുക്കുന്നത് പരിഗണിക്കുന്നത് അവന്റെ ഭാര്യയാണ്. कि शादी के बाद जो है उसे दोस्त से ज्यादा जो उसे पत्नी को ज्यादा मूल्य देता മണവാട്ടി है। ഉള്ളവൻ മണവാളനാകുന്നു. कि जो दूल्हा है उसका दुल्हन भी है। യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വായിക്കുന്നു, यूहन्ना बपतिस्मा देने वाले के पढ़ते ഞാൻ മണവാളന്റെ സ്നേഹിതനാകുന്നു. हैं कि जो है दुल्हा का दोस्त, മണവാളന്റെ സ്നേഹിതനായ യോഹന്നാൻ സഭയുടെ അംഗമല്ല. कि दुल्हा का जो दोस्त जो यूहन्ना है वो कलीसिया का भाग नहीं। ലൂക്കോസ് 16:16 लूका रचित सुसमाचार 16 का 16। ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. व्यवस्था और भविष्यवक्ता यूहन्ना तक रहे। ആമേൻ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. വരെയായിരുന്നു. कि व्यवस्था और भविष्यवक्ता यूहन्ना तक का समय रहता അന്ന് मुതൽ സ്വർഗരാജ്യം ആരംഭിക്കുകയാണ്. कि उस समय से परमेश्वर का राज शुरुआत होता है। സഭയിലെ ഒരു ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ जो कलीसिया में जो किसी कल जो है ആ प्राप्त വലിയ किया है, മനുഷ്യനേക്കാൾ യോഹന്നാനേക്കാൾ വലിയവനാണ്. वो जो व्यक्ति है यूहन्ना से और बड़ा है। കാരണം അവന് സഭ എന്ന മണവാട്ടി പദത്തിൽ അവന് അംഗത്വമുണ്ട്. क्योंकि कलीसिया का जो एक दुल्हन का जो है भाग वो बनता है। യോഹന്നാൻ വന്നു എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ബൈബിളിലുണ്ട്. जो यूहन्ना आया ऐसा कहने वाले दो पद है वचन में। മത്തായി 1:1, മത്തായി 3:1. मत्ती समाचार 3 का 1। ആ കാലത്ത് യോഹന്നാൻ വന്നു. कि उस दिन यूहन्ना बपतिस्मा देने वाला ആ आया। കാലത്ത് യോഹന്നാൻ വന്നു. कि उन दिन में यूहन्ना बपतिस्मा ആമേൻ. देने वाला है। വളരെ വഴിപിടച്ച ഒരു ജീവിതം നയിച്ചിരിക്കുന്ന ആ കാലത്ത് യോഹന്നാൻ വന്നു. कि जिस दिन जो रास्ते से चल रहे थे उस दिन यूहन्ना आया। ആമേൻ. ഒരുവൻ സഹോദരന്റെ ഭാര്യയുമായി സല്ലപിച്ച് നടക്കുന്ന ആ കാലത്ത് യോഹന്നാൻ വന്നു. कि एक व्यक्ति जो है दूसरे के भाई के साथ, के पत्नी के साथ चलता है, उस दिन वहां पे यूहन्ना आया। യോഹന്നാനോ ഇന്ദ്രിയ ജയമുള്ള പുരുഷനായിരുന്നു. कि यूहन्ना जो है इंद्रिय जय के साथ व्यक्ति था। പ്രൈസ് ദി ലോർഡ്. हालेलुया। ന്യായപ്രമാണത്തിന്റെ ആചാരം മാത്രം കൊണ്ടു നടക്കുന്ന ആ കാലത്ത് യോഹന്നാൻ വന്നു. कि जो न्याय व्यवस्था को चलाने वाले समय में जो है वहां पे यूहन्ना आता है। എല്ലാ കാലത്തും കർത്താവിന് വേണ്ടി നിന്ന ഓരോ മനുഷ്യരുണ്ട്. ये सारे समय में रहने वाला परमेश्वर के सारे एक व्यक्ति ആ था। കാലത്ത് യോഹന്നാൻ വന്നു. उन दिन में यूहन्ना आया। നമുക്ക് മുമ്പുള്ള കാലത്ത് ഒരുപാട് പേര് വന്നു. कि हमसे पहले वाले दिनों में बहुत सारे लोग आए। അതിശയമോ കെ എബ്രാം സാറോ ഒന്നും ഇന്നില്ല. कि वो जो लोग हैं वो आज शायद इन दिनों में नहीं है। ഹലോ പി എൻ സക്കറിയ സാറോ പി ഡി ജോൺസൺ പാസ്റ്റർ ഒന്നും ഇന്നില്ല. कि पीएन सकरिया पीडी जॉनसन पासवान इस दुनिया में नहीं അവരുടെയൊക്കെ है। സ്ഥാനത്ത് ഇക്കാലത്തേക്ക് ദൈവം നിങ്ങളെയാണ് എന്നെയാണ് कि കണ്ടിരിക്കുന്നത്. उन दिनों में परमेश्वर ने उनकी जगह पे आपके और मुझे चुना ആ है। കാലത്ത് യോഹന്നാൻ വന്നു, ഈ കാലത്ത് ദൈവം നിങ്ങളെ कि കണ്ടിരിക്കുന്നു. उन दिनों में यूहन्ना है, लेकिन इन दिनों में परमेश्वर ने आपने और मुझे देखा है। ആമേൻ. ഒരിക്കൽ ദൈവദാസൻ എന്നോട് इങ്ങനെ പറഞ്ഞു. एक बार परमेश्वर के दास ने मुझे इस सवाल कहा ചർച്ച് ഓഫ് ഗോഡിലുള്ള സി വി ആൻഡ്രൂസ് എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ വാചകമാണ്. कि वहां पे सीवी एंड्रूस करके पासवान ने उन्होंने ഞാൻ कहा। അവിടെ പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. मैं कई बार वहां पे बाइबल അദ്ദേഹം क्लास में പറഞ്ഞു, गया था। പാസ്റ്റർ ചപ്പാത്തിയും കോഴിയും തിന്ന് ഈ ആയുസ് തീർക്കാനുള്ളതല്ല. कि वो जो कहते हैं कि चपाती और जो मुर्गी को खा के आयु को पूरा नहीं അദ്ദേഹത്തിന്റെ करना है। ആയുസ്സിൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം കർത്തൃവേല कि ചെയ്തുകൊണ്ടിരിക്കുകയാണ്. उनके आयु से बढ़कर उन्होंने परमेश्वर की सेवका के लिए अपने आप को ഈ इस्तेमाल किया കാലത്തേക്ക് है। ദൈവം നിങ്ങളെയാണ് कि കണ്ടിരിക്കുന്നത്. इन दिनों में परमेश्वर ने आपको चुना है। കർത്താവിന്റെ വ്യക്താക്കളായിരിക്കാൻ ദൈവം നിങ്ങളെയാണ് कि കണ്ടിരിക്കുന്നത്. परमेश्वर की व्यक्ता के स्वरूप में परमेश्वर आप लोगों को ശക്തികെട്ട് देखा है। പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. कि शत्रु को कह के कहने का कोई मतलब नहीं। ഒരിക്കലും ഒരു മുറിയിലൂടെ ഒത്തിരി ആളുകളെ കടത്തി വിട്ടു. एक बार एक कमरे में बहुत सारे लोग को भेज दिया। ആമേൻ. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു. कि वहां पे एक बोर्ड इस समय लगा दिया അവിടെ നിന്ന് ഒരുപടി വാരുന്നവനും ദുഃഖിക്കും വാരാത്തവനും ദുഃഖിക്കും. कि जो उसमें से जो लेगा और जो नहीं लेगा दोनों दुखित होगा। എല്ലാവരെയും ഇരുട്ട് മുറിയിലൂടെ കടത്തി വിട്ടു. ये सारे लोग को अंधेरे वाले कमरे में डाल दिया। താഴെ എന്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. कि क्या के नीचे बहुत सारी चीजें थी। കുറച്ചുപേര് വാരി, कुछ लोगों ने उठाया, കുറച്ചുപേര് വാരിയില്ല. कुछ लोग ने नहीं उठाया। വാരാത്തവൻ ഇങ്ങനെ പറഞ്ഞു, कि जिन्होंने नहीं उठाया उन्होंने कहा വാരിയാലും ദുഃഖിക്കും വാരിയില്ലേലും ദുഃഖിക്കും. अगर जो उसको उठाएंगे तो दुखित होंगे, नहीं उठाएंगे तो भी ഇനി दुखित होंगे। വാരിക്കൊണ്ട് പോയി നടന്ന് എന്തിനാ ദുഃഖിക്കുന്നത്? अब जो है उठा के लेके जाके फिर क्यों दुखित होना है? ഒറ്റ പ്രാവശ്യമേ കടത്തി വിടുകയുള്ളൂ. सिर्फ एक ही बार ही भेजेंगे। അപ്പുറത്ത് ഇറങ്ങിയപ്പോൾ फिर जब उस तरफ जब पहुंचे तब സ്വർണത്തിന്റെ തരികളായി. हाथ में सोने के चांद सिक्के थे। വാരിയവന്റെ ദുഃഖം, तो लेने वाले का दुख, കുറച്ചുകൂടെ വാരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖം. ये जो है और मैं नहीं ले पाया ऐसा दुख। വാരാത്ത
എടുക്കാത്തവന്റെ ദുഃഖം, जिसने नहीं लिया उसका दुख, ഒരു തരി പോലും വാരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള कि ദുഃഖം. एक मुट्ठी भी नहीं मैं नहीं उठा पाया वैसा दुख. കോടാലിയെ കുറിച്ച് രണ്ട് കാര്യമാ പറയാറുള്ളത്. ये जो कुल्हाड़ी के बारे में दो बात को बताते हैं. അത് ഉപയോഗിച്ചാലും തീരും, ഉപയോഗിച്ചില്ലെങ്കിലും अगर തീരും. उसको उपयोग करेंगे तो भी समाप्त होगा, नहीं उपयोग करेंगे तो भी समाप्त होगा. ഉപയോഗിച്ചാൽ തേഞ്ഞു തീരും, अगर जो उपयोग करेंगे तो खींच के खत्म हो जाएगा. ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പിച്ചു തീരും. अगर नहीं उपयोग करेंगे तो काट लग के वो ഈ खत्म हो जाएगा. കാലഘട്ടത്തിലെ ദൈവത്തിന്റെ വ്യക്താക്കൾ നിങ്ങളാണ്. कि इन दिनों में परमेश्वर के वक्त आप लोग हैं, ദൈവത്തിന്റെ ശമൂവേൽ ബാലന്മാർ നിങ്ങളാണ്. कि परमेश्वर के शमूएल बालक आप लोग हैं, ദൈവത്തിന്റെ ഏലിയ പ്രവാചകന്മാർ कि നിങ്ങളാണ്. परमेश्वर के लिए जो एलिया नबी आप लोग हैं. ഇന്ന് ജോൺ ഹസോ, ജോൺ വിക്ലിഫോ, സവാന റോളയോ, മാർട്ടിൻ ലൂഥറോ ഇന്നില്ല. कि इन दिनों में जो है मार्टिन लूथर और जॉन विक्लिफ करके कोई नहीं है. ഇന്ന് ദൈവം നിങ്ങളെയാണ് इन കണ്ടിരിക്കുന്നത്. दिनों में परमेश्वर आपको चुना है, നിങ്ങളിലാണ് ദൈവം ആ ശുശ്രൂഷ कि നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. आपके ऊपर परमेश्वर ने सेवकाई को पूरी की है. രണ്ടാമത്തെ പദം, दूसरा पद, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. कि परमेश्वर ने जो आप भेजा है. യോഹന്നാൻ സുവിശേഷം 1:6 യോഹന്നാൻ സുസമാचार 3:6. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവമാണ് യോഹന്നാനെ അയച്ചത്. कि परमेश्वर ने यूहन्ना को भेजा था, ദൈവമാണ് അവനെ അയച്ചത്. कि परमेश्वर ने उसे भेजा था, ദൈവമാണ് എന്നെ വിളിച്ചത്. कि परमेश्वर से ആ बुलाया था. ബോധ്യം നിങ്ങളുടെ वो അകത്തുണ്ടായിരിക്കും. बोध हमारे मन में होना चाहिए. നേരത്തെ ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ, कि पहले एली पुरोहित ने जिससे साझा ഞാൻ कहा നിന്നെ വിളിച്ചിട്ടില്ല, कि मैंने तुझे नहीं बुलाया, ദൈവമാണ് നിന്നെ വിളിച്ചത്. परमेश्वर ने बुलाया है. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ मैं अपने നോക്കട്ടെ. वचनों को यहाँ पे समाप्त करना വളർന്നു എന്ന് ബൈബിൾ പറയുന്ന നാലാമത്തെ പൈതൽ चाहूंगा. कि जो बढ़ोतरी प्राप्त करने वाला चौथा जो നമ്മുടെ व्यक्ति കർത്താവിനെ കുറിച്ചാണ്. हमारा परमेश्वर यीशु मसीह के बारे में, വളർന്നു എന്ന് രണ്ട് പദം അവിടെ യേശുവിനെ കുറിച്ച് कि वहाँ पे ഉപയോഗിച്ചിട്ടുണ്ട്. यीशु मसीह की बढ़ोतरी के बारे में दो पद वहाँ पे बताया है. ലൂക്കോസ് 2:40. लूका रचित सुसमाचार 2:40. और बालक बढ़ता और बलवन्त होता और बुद्धिमान से परिपूर्ण होता गया और परमेश्वर का अनुग्रह उस पर था. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. बालक बढ़ता गया, बलवंत होता गया. ആ അതന്നെ അതോ വായിച്ചല്ലോ അല്ലേ? മലയാളത്തിലൊന്ന് വായിക്കുക. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. ഓക്കെ, താങ്ക് യു, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് യേശുവിന്റെ വളർച്ചയാണ്. तो यीशु मसीह की बढ़ोतरी के बारे में है. മൂന്ന് വിധ വളർച്ചകൾ. तो तीन तरीके की बढ़ोतरी. ശരീരത്തിൽ വളർന്നു. शारीरिक बढ़ोतरी, ആമേൻ. യേശുവോ മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് 52ാമത്തെ വാക്യം. कि यीशु ने परमेश्वर और मनुष्य के अनुग्रह में बढ़ता गया. ആമേൻ. ഒന്ന് ശാരീരികമായി വളർന്നു, पहले शारीरिक रूप से बढ़ोतरी, മറ്റൊന്ന് മാനസികമായി വളർന്നു, दूसरा मानसिक रूप से बढ़ोतरी, മൂന്ന് ആത്മീയമായി വളർന്നു. तीसरा आत्मिक रूप से बढ़ोतरी. ദൈവം അനുവദിച്ചാൽ अगर परमेश्वर വൈകിട്ടത്തെ സെക്ഷനിൽ शाम के सेशन ഞാനത് സവിസ്തരമായി പറയാമെന്ന് വിചാരിക്കുക. मैं उसको और विस्तार से बताना ഇതിന്റെ चाहूंगा. തുടർച്ചയായ ഗൗരവമുള്ള ചില കാര്യങ്ങളായിരിക്കും ദൈവം അനുവദിച്ചാൽ इससे വൈകിട്ട് बढ़कर और कई बातों को जो है शाम के समय मनन करेंगे. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവേ, परमेश्वर की जो बढ़ोतरी में हम ദൈവത്തിന്റെ बढ़े, കൃപയിൽ വളരുവേ. कि परमेश्वर की कृपा में हम बढ़े. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതെന്ന് നിങ്ങൾ अगर समय की प्राप्ति के हिसाब से हम तो शिक्षक बन जाने चाहिए थे. ഇന്നും കുപ്പി കുടിക്കുന്ന പാല് കുടിക്കുന്ന പ്രായത്തിലാണോ? लेकिन आज भी जो है क्या बोतल में से दूध पीने वाले के समान है അതോ क्या? നമ്മൾ ആത്മീയമായി വളർന്നിട്ടുണ്ടോ? इसलिए क्या हम आत्मिक रूप से बढ़ोतरी प्राप्त किए എന്ന नहीं? തലയോളം സകലത്തിലും വളരാനിടയാകട്ടെ. जो मसीह के जो सिर के समान हम और उतनी बढ़ोतरी को प्राप्त करते പരിജ്ഞാനത്തിൽ നമുക്ക് വളരാൻ കഴിയട്ടെ. हैं. हम परमेश्वर के ज्ञान में और बढ़ते जाएं. സ്നേഹത്തിൽ വളരാൻ കഴിയട്ടെ. हम प्रेम में और बढ़ोतरी का प्राप्त करें. പ്രത്യാശയിൽ വളരാൻ കഴിയട്ടെ. आशा में और हम बढ़े. ദൈവകൃപയിൽ വളരാൻ परमेश्वर കഴിയട്ടെ. की कृपा में और हम बढ़े. ആത്മീയ കാഴ്ചപ്പാടുകളിൽ വളരാൻ आत्मिक കഴിയട്ടെ. दृष्टिकोण में और हम बढ़े. സ്വാഭാവിക മനുഷ്യനായിരിക്കാനല്ല, स्वभाव साधारण मनुष्य के समान ഒരു नहीं. ജഡീകനായി തുടരാനുമല്ല, एक जो शारीरिक शारीरिक बन के भी അതിനപ്പുറമുള്ള नहीं. ആത്മീയ തലത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു രണ്ടാം സ്പർശനത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് कि കടന്നു ചെല്ലാം. उससे बढ़कर एक आत्मिक मनुष्य के समान जीने के लिए एक दूसरे स्पर्श के लिए हम अपने आप को तैयार ആ करें. കുരുടന്റെ മേൽ ആദ്യം യേശു കൈവച്ചപ്പോൾ उस अंधे व्यक्ति के ऊपर जब परमेश्वर ने हाथ रखा था, അവന് കാഴ്ച കിട്ടി. उसको दृष्टि मिली. അവൻ പറഞ്ഞു, മനുഷ്യൻ മരങ്ങളെ പോലെയാണ് वो നടക്കുന്നത്. कहते हैं मनुष्य सारा पेड़ के समान चल रहे हैं. എന്നാൽ യേശുവിന് വേണ്ടി രണ്ടാമത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചു. लेकिन यीशु मसीह एक और बार उनके लिए प्रार्थना करना. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വിഷയത്തിന് വേണ്ടി യേശു 2 പ്രാവശ്യം പ്രാർത്ഥിച്ച ഏക സംഭവമാണിത്. कि एक व्यक्ति के लिए एक विषय के लिए यीशु मसीह 2 बार प्रार्थना करने वाला एक ही विषय ऐसा അവന്റെ है കാഴ്ചപ്പാട് ശരിയായിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ कि उसकी जब दृष्टि सही नहीं हुई तब उसको समझ आया. യേശുവിന് രണ്ടാമതും ഒരിക്കൽ കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. यीशु मसीह एक और बार उसके ऊपर हाथ रख के प्रार्थना करते हैं. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണിൽ ചെതുമ്പൽ പോലും നടന്നു വീഴേണ്ടതിന് आज सुबह के समय हमारे आंख में से जो कई बातों को गिरने के लिए, ശൗലിന്റെ ജീവിതത്തിൽ അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? कि शाऊल के जीवन में भी हमने ये देखा. അനന്യാസ് അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ ചെതുമ്പൽ പോലും നടന്നു വീണു. जब अनन्यास ने जब शाऊल के ऊपर जब हाथ रख के जब प्रार्थना किया तो उसके आंख में से कई बोझ गिर गए. സകലവും സ്പഷ്ടമായി കാണുന്ന മിഴിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ആത്മീയ തലത്തിലേക്ക് ദൈവം നമ്മെ വളർത്തട്ടുവായി. ये सारी बातों को जो है बड़े स्पष्ट रूप से देखने के लिए उस आत्मिक के लिए आत्मिक बातों को तैयार ഭേദങ്ങളെ करें. വിവേചിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. कि भेद और सारे अभेद को देखने के लिए परमेश्वर हमें सहायता करे. ദൈവം ഈ वचനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर इस वचनों के द्वारा हम सबको सहायता करे. अंबर भी नया धरती भी नई एक नया यरूशलेम होगा हर सुबह नई हर शाम नई
हर वक्त सुहाना होगा, सुंदर सा नगर एक होगा, सुंदर सा नगर एक होगा।